പൊറുക്കൽ എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ അവർക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. പൊറുക്കൽ എന്ന് പറഞ്ഞാൽ മാപ്പാക്കുക എന്ന ഒരു അർത്ഥം ഉണ്ടാക്കാം, പക്ഷെ പൊറുക്കുക എന്ന് പറഞ്ഞാൽ ഹീലിംഗ് എന്നൊരു അർത്ഥമുണ്ട്. എൻ്റെ കുറ്റമാണെന്നേ ഞാൻ പറയുള്ളൂ. ഈ ഫേസ്ബുക്കിൽ അത്തരത്തിലൊരു എന്താ പറയുക ഡിബേറ്റ് എന്ന് പറയുന്നത് പോസിബിൾ ആണെന്ന് വിചാരിച്ചത് എൻ്റെ കുറ്റമാണ്. ഭരണകൂടത്തിന് ഇത്രയധികം അധികാരങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അത് ഒരുപക്ഷെ ജനാധിപത്യത്തെ സഹായിക്കുകയല്ല, സ്ത്രീകളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്നുള്ള പേരിൽ കീഴാളരെ കൂടുതൽ അടിച്ചമർത്താനുള്ള അധികാരങ്ങൾ കൊടുക്കുന്നതിന് സമമാകുമെന്ന് വിചാരിക്കുന്ന ഒരു വലിയ വിഭാഗം അതൊരു ഫെമിനിസ്റ്റുകൾ തന്നെയാണ്. കേരളത്തിലെ ഫെമിനിസം ഇപ്പോൾ ഒരു ക്ലബ്ബ് പോലെയാണ്, ഒരു ലേഡീസ് ക്ലബ്ബ് പോലെയാണ്. അവിടെ നിങ്ങൾക്ക് അംഗത്വം കിട്ടണം. അവിടെ ഈ പറഞ്ഞ മിഡിൽ ക്ലാസ് ആയാൽ മതി. ഇപ്പം ജാതിയിലൊക്കെ കുറച്ച് റിലാക്സേഷനൊക്കെ വന്നിട്ടുണ്ട്. എന്നെയും ഉഷയും മൃദുലയും കംപ്ലീറ്റ്ലി ഈ പറയുന്ന ഇവിടുത്തെ CPM ഗുണ്ടകൾക്ക് തട്ടിക്കളിക്കാൻ തട്ടുപന്തുകളാക്കി ഇട്ട് കൊടുക്കുക ചെയ്തത്. സോ ഞങ്ങൾ എന്തിനു പിന്നെ ഇനി ഈ കേരളത്തിലെ ഫെമിനിസത്തെ കുറിച്ച് ഞാൻ എന്തിനി എന്തെങ്കിലും ഒരു ഹോപ്പ് വെച്ച് പുലർത്തണം? അതുകൊണ്ട് തന്നെയാണ് ഒരിക്കലും ഇനി ഞാൻ കേരളത്തിലെ ഫെമിനിസത്തിലേക്ക് മടങ്ങുന്ന പ്രശ്നമേ ഇല്ല. സമകാലിക കേരളത്തിലെ ഫെമിനിസ്റ്റ് ചിന്താധാരയിലേക്ക് ദണ്ഡനീതി ഫെമിനിസം, പൊറുക്കൽ നീതി തുടങ്ങിയ വാക്കുകൾ സംഭാവന ചെയ്തുകൊണ്ട് അത്തരം ആശയങ്ങളെ കേരള സമൂഹത്തിന് മുന്നിൽ ചർച്ചയ്ക്ക് വെച്ചിരിക്കുകയാണ് ജയദേവിക. ഇന്ന് നമ്മളോടൊപ്പം സംസാരിക്കാൻ ജയദേവികയുണ്ട്. നമസ്കാരം. ജിശ്രീ, കൾച്ചറൽ ഫെമിനിസം എന്ന് പറയുന്ന ഒരു ഐഡിയ ലോകത്ത് മൊത്തത്തിലുണ്ടെങ്കിലും അത് കേരളത്തിൻ്റെ സാഹചര്യങ്ങളിലോട്ട് കൊണ്ടുവരുമ്പോൾ എങ്ങനെയാണ് അതിനെ കാണുന്നത്? ചുറ്റിപ്പറ്റി ഉണ്ടാകുന്ന തർക്കങ്ങളെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഈ തർക്കങ്ങളൊരു പുതിയ ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റുകളിലോട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റുകളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പോരുന്നതാണോ? ഇല്ല, കേരളത്തിൽ ഫെമിനിസ്റ്റ് മൂവ്മെൻ്റ് ഉണ്ടോ എന്ന് തന്നെ എനിക്ക് സംശയമാണ്. അത് അവിടെ നിൽക്കട്ടെ. പക്ഷേ കാർസറൽ ഫെമിനിസം ആരതി പറഞ്ഞതുപോലെ ആഗോളതലത്തിൽ തിരിച്ചറിയപ്പെട്ടിട്ടുള്ള ഒരു പ്രതിഭാസമാണ്. അതിൻ്റെ ഉറവിടം എന്ന് പറഞ്ഞാൽ US വൈറ്റ് ഫെമിനിസം, US-ലെ വെള്ളക്കാരായ മധ്യവർഗ സ്ത്രീകളുടെ നേതൃത്വത്തിൽ ഉണ്ടായി വന്നിരിക്കുന്ന ഒരു ഫെമിനിസം. അത് പലപ്പോഴും വളരെ ട്രാൻസ്ഫോബിക്കാണ്. ലെസ്ബിയൻ ശബ്ദങ്ങൾ വളരെ കാര്യമായിട്ടുണ്ടെങ്കിൽ പോലും വളരെ ട്രാൻസ്ഫോബിക്കായിട്ടുള്ള ഒരു ഫെമിനിസമാണത് പലപ്പോഴും. ആ ഫെമിനിസം അമേരിക്കൻ സാമ്രാജ്യത്വ താല്പര്യങ്ങളുമായിട്ട് കൂട്ടിച്ചേർന്നുണ്ടായ ഒരു ആഗോള പരിപാടിയാണ് ഈ നമ്മൾ ഗ്ലോബൽ ഗവർണൻസ് ഫെമിനിസം എന്ന് പറയുന്നത്. അപ്പം അത് എടുത്തു പറഞ്ഞിട്ട് നിങ്ങൾക്കറിയാം, ഈ വൈറ്റ് ഫെമിനിസത്തിലെ ശക്തമായ റാഡിക്കൽ ഫെമിനിസ്റ്റ് ധാരകളുടെ ഒരു വിചാരം അവർ വിചാരിക്കുന്നത് ഈ പുരുഷത്വം എന്ന് പറയുന്നത് തന്നെ ഒരു പേട്രിയാർക്കിയുടെ തൽഭാവം ആണ്. അപ്പം പുരുഷന്മാരിൽ എങ്ങനെയൊക്കെ നോക്കിയാലും ഈ പുരുഷന്മാരിൽ ഈ പേട്രിയാർക്കിയുടെ തൽഭാവം ഉണ്ടാകും. അപ്പോൾ അതിനെ നേരിടുക എന്ന് പറഞ്ഞാൽ ഭരണകൂടത്തിൻ്റെ ശക്തിയെ ഉപയോഗിച്ച് അതിനെ നേരിടുന്നതാണ് ഒരുപക്ഷെ ലിംഗനീതിയിലേക്കുള്ള വഴി എന്ന് വളരെ അടിയുറച്ച് കരുതുന്നവരാണ് ഈ റാഡിക്കൽ ഫെമിനിസ്റ്റുകൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പോലെ ഏത് പുരുഷന്മാരെ ശിക്ഷിക്കാൻ പറ്റുമോ അവരെയൊക്കെ ശിക്ഷിക്കുക എന്നുള്ളത്, ശിക്ഷിക്കുന്നതിലൂടെ പേട്രിയാർക്കിയെ അട്ടിമറിക്കുക, വ്യക്തികളായിട്ടുള്ള പുരുഷന്മാരെ ശിക്ഷിക്കുന്നതിലൂടെ പേട്രിയാർക്കിയെ അട്ടിമറിക്കുക എന്നുള്ളതാണ് അതാണ് ആ ഒരു പാതയായിട്ട് അവർ സ്വീകരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അമേരിക്കൻ സാമ്രാജ്യത്വ താല്പര്യങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട അവകാശവാദം അവർ ആക്രമിക്കുന്ന ആക്രമിക്കുന്ന രാജ്യങ്ങളിൽ സ്ത്രീകൾ അടിമകളാണ് എന്നാണ്. അതായത് ഇസ്ലാം എന്ന മതം സ്ത്രീകളെ അടിമകളാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇറാഖിനെ ആയാലും അഫ്ഗാനിസ്ഥാനെ ആയാലും അങ്ങനെയുള്ള ഏത് ഇസ്ലാമിക സമൂഹത്തെ ആക്രമിച്ചാലും അത് ന്യായീകരിക്കാവുന്നതാണ്. കാരണം അവിടുത്തെ സ്ത്രീകളെ അടിമകളായിട്ട്, ഇപ്പോൾ ഇറാനിലൊക്കെ സ്ത്രീകൾ അടിമകളാണെന്നാണ് ഇവരുടെ അഭിപ്രായം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങളെ ആക്രമിക്കുന്നത് ന്യായീകരിക്കത്തക്ക ഒരു ആക്റ്റാണ് എന്ന് പറയുന്ന ഒരു നിലപാടാണ് അമേരിക്കൻ സാമ്രാജ്യത്വം എന്നും വെച്ച് പുലർത്തിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു നിലപാടും ഇതും കൂടി സംഗമിക്കുന്നിടത്താണ് ഈ കാർസറൽ ഫെമിനിസം ലോകത്ത് ഉണ്ടായിട്ടുള്ളത്. തുടക്കത്തിൽ ഇത് ഈ സെക്സ് വർക്കേഴ്സിനെതിരെയാണ് പ്രധാനമായിട്ടും ഉപയോഗിച്ചിരുന്നത്. അതായത് സെക്സ് വർക്ക് എന്ന് പറയുന്നത് റാഡിക്കൽ ഫെമിനിസ്റ്റുകൾക്ക് ഒരിക്കലും സെക്സ് വർക്ക് എന്ന് പറഞ്ഞൊരു ആശയത്തെ തന്നെ
ഉൾക്കൊള്ളാൻ സാധിക്കില്ല, അംഗീകരിക്കാൻ പറ്റില്ല. കാരണം എല്ലാത്തരം സെക്സും സ്ത്രീയെ അടിപ്പെടുത്തുന്നതാണെന്ന് വിശ്വസിക്കുകയും ഈ പറയുന്ന സെക്സ് വർക്ക് എന്ന് പറഞ്ഞാൽ അത് സ്ത്രീയുടെ അടിമത്തം തന്നെയാണെന്നും പ്രത്യക്ഷത്തിലുള്ള അടിമത്തം തന്നെയാണെന്നും കരുതുന്നവരാണ് കാർസറൽ തുടക്കത്തിൽ ഈ പ്രത്യേകിച്ചും ഈ റാഡിക്കൽ ഫെമിനിസ്റ്റുകൾ. ഈ ഒരു എക്സ്ട്രീമിസ്റ്റ് ചിന്തകളിൽ നിന്ന് അങ്ങനെ വരുന്നത് ഇതൊരു എക്സ്ട്രീമിസ്റ്റ് നിലപാടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സെക്സ് വർക്കേഴ്സിനെ ജയിലിലിടണം എന്ന് പറഞ്ഞില്ലെങ്കിൽ പോലും അവരുടെ ക്ലയൻസിനെ മുഴുവനും പ്യൂണിറ്റീവായ രീതിയിൽ പണിഷ് ചെയ്താണ് ഈ ലിംഗനീതി ഉണ്ടാക്കേണ്ടതെന്ന് കരുതുന്നവരാണ് ഈ ലോകമെമ്പാടുമുള്ള ഈ കാർസറൽ ഫെമിനിസ്റ്റുകൾ. ആ കാർസറൽ ഫെമിനിസം എന്നുള്ള വാക്ക് ആദ്യം ഉപയോഗിക്കുന്നത് ആ പശ്ചാത്തലത്തിലാണ്. അതിൽ നിന്ന് പിന്നെ മാറിയിട്ട് പതുക്കെ ഉണ്ടായി ആ സങ്കല്പനത്തിന് അർത്ഥഭേദങ്ങൾ ഉണ്ടാകുന്നത് ഈ പറയുന്ന സ്ത്രീകളെ സംരക്ഷിക്കാനാണ് എന്നുള്ള പേരിൽ ലോകമെമ്പാടും നടപ്പാക്കുന്ന നിയമങ്ങൾ അവരുടെ ഈ എന്താ പറയുന്നത് വെള്ളക്കാരനായ പുരുഷന്മാരെ ഒരു പ്രത്യേക രീതിയിൽ സ്പർശിക്കാതിരിക്കുകയും അതല്ലാതെ അമേരിക്കയിലാണെങ്കിൽ കറുത്തവർഗക്കാരായ പുരുഷന്മാരെയും വെള്ളക്കാരല്ലാത്ത പുരുഷന്മാരെ, അതായത് ഈ പറയുന്ന പോലെ സമൂഹത്തിൽ അടിച്ചമർത്തപ്പെട്ട വിഭാഗങ്ങളിലെ പുരുഷന്മാരെ പ്രത്യേകം ശിക്ഷിക്കാനുള്ള അതായത് പിതൃമേധാവിത്വത്തിൻ്റെ ഭാരവും കുറ്റവും മുഴുവനും ഈ കീഴാള പുരുഷന്മാരുടെ തലയിലേക്ക് നീക്കുന്ന ഒരു ആക്ട്, ഒരു നിലപാട് അങ്ങനെയായി മാറുന്നതിനെതിരെയാണ് ആംഗല ഡേവിസും അതുപോലെ അമേരിക്കൻ ബ്ലാക്ക് ഫെമിനിസ്റ്റുകളിൽ നല്ല വിഭാഗം ശക്തമായ രീതിയിൽ പ്രതികരിക്കുന്നത്. അതായത് അവിടെ തന്നെ ഇപ്പം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പോലെ നമുക്ക് വളരെ ആവശ്യമെന്ന് തോന്നുന്ന നിയമങ്ങൾ വരെയും ഈ കറുത്ത വർഗ്ഗക്കാരനായ പുരുഷൻ വയലൻ്റ് ആവുന്ന ഘടനാപരമായ സാഹചര്യങ്ങൾ എന്താണെന്ന് കണക്കിലെടുക്കാതെ കാര്യമായ തൊഴിൽ നഷ്ടവും പോലീസിൻ്റെ ഉപദ്രവവും ഭയങ്കരമായ റേസിസവും ഇതെല്ലാം ഉള്ള ഒരു പശ്ചാത്തലത്തിലാണ് ഇവരുടെ ഈ ഫാമിലി വയലൻസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഘടനാപരമായ വശങ്ങളൊന്നും തന്നെ പരിഹരിക്കാൻ ശ്രമിക്കാതെ, ഏതെങ്കിലും തരത്തിൽ അഭിസംബോധന ചെയ്യാൻ ശ്രമിക്കാതെ ഈ പുരുഷനെ പിടിച്ചങ്ങ് ജയിലിലിട്ടാൽ പ്രശ്നം പരിഹരിച്ചു എന്ന ആ നിലപാട് അത് വളരെ അപകടകരമാണെന്നുള്ളത് അവിടെ അവർ തെളിയിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ഈ സ്ത്രീകൾ തന്നെ പറയുന്നുണ്ട്, ഇവനെ പിടിച്ച് ജയിലിലിട്ടാലേ വീടിൻ്റെ വരുമാനം പകുതിയിലധികം താണുപോവുക. ചില കുടുംബങ്ങൾക്ക് ഒരു വരുമാനവും ഇല്ലാതെ അവർ മറ്റു പലരെയും ആശ്രയിക്കേണ്ട ഗതികേട് വരികയാണ്. ഈ സ്ത്രീക്ക് കുട്ടികളെ വളർത്താൻ ഗതിയില്ലാതെ വരികയാണ്. അതല്ലെങ്കിൽ പലപ്പോഴും ഈ ജയിലിൽ കിടക്കുന്ന പുരുഷൻ തന്നെ ഇറങ്ങി വന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ബെയിലൊക്കെ കിട്ടി ഇറങ്ങി വന്ന് ഈ സ്ത്രീയെ കൊന്നുകളയുന്ന അവസ്ഥ വരെ. കാരണം പിന്നീട് പ്രൊട്ടക്ഷനൊന്നും കൊടുക്കുന്നില്ലല്ലോ, ഈ പിടിച്ചകത്തിട്ടു കഴിഞ്ഞു. അപ്പൊ അതിനെതിരെ ലോകമെമ്പാടും ശക്തമായ രീതിയിൽ എല്ലാ ഫെമിനിസ്റ്റുകളും ഇതിനോട് യോജിക്കുന്നില്ല. ഈ ഫെമിനിസത്തിന്റെ ഉള്ളിലുള്ളൊരു ചർച്ചയാണ്. ഫെമിനിസ്റ്റുകളിൽ ഒരു വിഭാഗം ഈ ഭരണകൂടം ഈ ലോകമെമ്പാടും ഭരണകൂടം ലിബറലിസത്തിൽ നിന്ന് അകന്നകന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരം ഫെമിനിസത്തിന് ഇത്തരം നിലപാട്, അതായത് ഭരണകൂടത്തിന് ഇത്രയധികം അധികാരങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അത് ഒരുപക്ഷെ ജനാധിപത്യത്തെ സഹായിക്കുകയല്ല, സ്ത്രീകളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്നുള്ള പേരിൽ കീഴാളരെ കൂടുതൽ അടിച്ചമർത്താനുള്ള അധികാരങ്ങൾ കൊടുക്കുന്നതിന് സമമാകുമെന്ന് വിചാരിക്കുന്ന ഒരു വലിയ വിഭാഗം അതൊന്നും ഫെമിനിസ്റ്റുകൾ തന്നെയാണ്. ഫെമിനിസ്റ്റുകളിൽ നിന്ന് ആരും അവരെ പുറത്താക്കുകയോ അവരെ റദ്ദ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. കേരളത്തിൽ മാത്രമാണ് ഈ റദ്ദാക്കൽ പ്രസ്ഥാനമൊക്കെ. ആക്ച്വലി ഞാൻ രണ്ടാമത് ചോദിക്കണമെന്ന് അല്ലെങ്കിൽ എനിക്ക് അറിയണമെന്നും വിചാരിച്ചിരുന്ന ഒരു കാര്യം കുഴമ്പിച്ചിട്ട് പറയാം. ഇന്ത്യൻ ഫെമിനിസത്തിൽ നമ്മളെല്ലാവരും ഏറിയോ കുറഞ്ഞോ കാർസറൽ ഫെമിനിസ്റ്റുകളായിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ഈ ഇന്ത്യൻ സാഹചര്യങ്ങളിൽ നിങ്ങൾക്കറിയാം, അടുത്ത ഈ സമുദായങ്ങൾക്കും ജാതി അധികാരികൾക്കും വലിയ പ്രാധാന്യമുള്ള ഒരുപാട് അധികാരങ്ങൾ ഭരണകൂടത്തോടൊപ്പം തന്നെ ഉള്ള ഒരു സമൂഹമാണിത്. അതാണ് അതിൻ്റെ പച്ചയായ യാഥാർത്ഥ്യം. അപ്പം ആ സാഹചര്യത്തിൽ ഭരണകൂടത്തിൻ്റെ ശക്തിയെ നമ്മൾ എന്താ പറയുക, ഈ ജാതി സമുദായ അധികാരികൾക്കെതിരെ ഉപയോഗിക്കുന്നു എന്നുള്ളത് 1970 മുതൽ കേരളത്തിലെന്നല്ല ഇന്ത്യൻ ഫെമിനിസ്റ്റുകൾ മുഴുവൻ നമ്മൾ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഇന്ത്യൻ ഫെമിനിസത്തിൽ എപ്പോഴും ഈ കാർസറൽ ഫെമിനിസത്തിൻ്റെ കുഴപ്പം എന്താണെന്ന് നമുക്കറിയാം. കാരണം ഈ ഭരണകൂടം എന്താണെന്നുള്ള വളരെ വ്യക്തമായ ഒരു അവബോധത്തോടു കൂടി തന്നെയാണ് ഇന്ത്യൻ ഫെമിനിസം ഈ പ്രവർത്തിച്ചിട്ട്. അപ്പോൾ കേരളത്തിൽ തന്നെ ഈ ഹാദിയക്കെതിരെ എന്ന് പറഞ്ഞാൽ ഹാദിയെ വിവാഹം
ചെയ്ത പുരുഷനെതിരെയും കൂടിയാണ്. ഒരു മുസ്ലിം പുരുഷനെയും അനുപമയുടെ കാര്യത്തിൽ, അനുപമ കേസിൽ, അനുപമ ചന്ദ്രൻ്റെ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി കേസിൽ ശരിക്കും ഉന്നം വയ്ക്കുന്നത് അനുപമയെ മാത്രമല്ല, അനുപമ തെരഞ്ഞെടുത്ത ഒരു ദലിത് പുരുഷനെയാണ് കൂടിയാണ്. അപ്പോൾ ഈ മുസ്ലിം പുരുഷനെയും ദലിത് പുരുഷനെയൊക്കെ ഉന്നം വെച്ച് ഭരണകൂടം അവരെ ഇങ്ങനെ വേട്ടയാടുമ്പോൾ ആരാണ് കേരളത്തിലുള്ളവരൊക്കെ നിശബ്ദതയായിരുന്നു. പക്ഷേ ഇന്ത്യൻ ഫെമിനിസ്റ്റുകളാണ് ഏറ്റവും ശക്തമായ രീതിയിലുള്ള സമ്മർദ്ദം ഈ ഭരണകൂടത്തിൻ്റെ കേരളത്തിലെ സർക്കാരിൻ്റെ പുറത്തിട്ടത്. അവരാണ് നിരന്തരം എഴുതുകയും പിന്നെ മുഖ്യമന്ത്രിക്ക് തുറന്ന കത്തുകൾ എഴുതുകയും ഒക്കെ ചെയ്ത് അവരാണ് സത്യത്തിൽ ഈ 2 കേസിലും അനുപമയ്ക്ക് കുട്ടിയെ തിരിച്ചു കിട്ടിയതും ഹാദിയെയും ഷാഫിനെയും NIA പിടിച്ചുകൊണ്ട് പോകാത്തതും അങ്ങനെ 2 ഔട്ട്കംസ് ഉണ്ടാക്കിയവരാരാണെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ ഫെമിനിസ്റ്റുകളാണ്. എന്നാൽ അവരാണ്. അപ്പോൾ അതുകൊണ്ട് കാർസറൽ ഫെമിനിസ്റ്റ് നമ്മളെല്ലാവരും ഏതെങ്കിലുമൊക്കെ ഒരു എന്താ പറയുക, ഒരു അളവ് വരെ ഞാനടക്കം മുഹമ്മദ് ഫാറൂഖി കേസിലൊക്കെ ഇടപെട്ടിട്ടുള്ളത് കൊണ്ട് നേരിട്ടറിയാം. പക്ഷേ ഈ സാഹചര്യം നോക്കാതെ മുന്നും പിന്നും നോക്കാതെ ഇത് മതി എന്ന് പറയുന്നൊരു നിലപാട് ഇന്നത്തെ സാഹചര്യങ്ങളിൽ വലിയ അപകടമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ കേരളത്തിൽ ഈ ഒരു കൾച്ചറൽ ഫെമിനിസത്തിൻ്റെ ചർച്ച വന്നതോടുകൂടി തന്നെ അതിനുവേണ്ടി വാദിച്ചിരുന്ന കുറേ മുഖങ്ങൾ അല്ലെങ്കിൽ കുറേ വ്യക്തികൾ ഒരു പൊതുധാരയിൽ നിന്നൊക്കെ ഈ പറഞ്ഞതുപോലെ അവരെ ഒന്ന് നീക്കി നിർത്തുന്ന ഒരു പ്രവണത പല ഘട്ടങ്ങളിലായിട്ട് കാണുന്നുണ്ട്. ഇത് ഏതെങ്കിലും തരത്തിൽ ഫെമിനിസത്തിന് ഗുണം ചെയ്യും, അല്ലെങ്കിൽ സമൂഹത്തിന് മൊത്തത്തിൽ ഇങ്ങനെ റദ്ദ് ചെയ്യപ്പെടുന്നത് എന്തെങ്കിലും തരത്തിൽ ഗുണം ചെയ്യുന്നത് തന്നെയാണ്? അല്ലേ, എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഈ കേരളത്തിൽ ഞങ്ങളാണ് ഫെമിനിസ്റ്റുകൾ, നിങ്ങൾ ഫെമിനിസ്റ്റുകളല്ല എന്ന് പറഞ്ഞതുകൊണ്ട് എന്ത് ഗുണമാണ് ഈ കേരളത്തിൽ സ്ത്രീകൾക്ക് മൊത്തത്തിൽ ഉണ്ടാവുന്നതെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഫെമിനിസത്തിന്റെ കോൺസ്റ്റിറ്റ്യുവൻസി അത് സ്ത്രീകൾ മാത്രമൊന്നുമല്ല. ഇപ്പം സ്ത്രീകളെക്കാൾ കവിഞ്ഞു നിൽക്കുന്ന അത് സ്ത്രീകൾ മാത്രമല്ല, എന്തായാലും അത് ഉറപ്പാണ്. പക്ഷെ കുറെ കൂടെ എക്സ്പാൻഡഡ് ആയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ട്. അവർക്ക് എന്ത് ഗുണം കിട്ടുമെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഒരു ഗുണം ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അങ്ങനെയല്ല, എനിക്ക് അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിരിക്കുന്നത് ഇപ്പോൾ ഈ കാർസറൽ ഫെമിനിസ്റ്റുകളുടെ കേരള സാഹചര്യത്തിൽ അത് ദണ്ഡനീതി എന്ന് പറയാൻ ഒരു കാരണമുണ്ട്. കാരണം ഈ കേരളത്തിൽ ഈ ദണ്ഡനീതി എന്ന് പറഞ്ഞാൽ ശരിക്കും അത് ബ്രാഹ്മണ നീതിയാണ്. ദണ്ഡനീതി എന്ന് പറഞ്ഞാൽ വെറും ഭരണകൂട ആനുകൂല്യമല്ല, മറിച്ച് ഭരണകൂടം ഒരു ബ്രാഹ്മണ നീതിയുടെ പക്ഷത്ത് നിൽക്കുകയും അത് നടപ്പാക്കുകയും ചെയ്യുന്ന ഒരു രീതിയെ അറിഞ്ഞോ അറിയാതെയോ പിന്തുണയ്ക്കുന്ന നിലപാടിനെയാണ് ദണ്ഡനീതി ഫെമിനിസം എന്ന് പറയുന്നത്. അതിന് വേണ്ടത്ര തെളിവ് കേരളത്തിലുണ്ട്. ഇപ്പം നിങ്ങൾ നോക്കിയാൽ അറിയാം, സെക്ഷൽ ഹാരസ്മെന്റ് കേസുകൾ ഫയൽ ചെയ്യപ്പെട്ടിട്ടുള്ള അതിൽ ശരിക്കും പുഷ് ചെയ്ത് മുന്നോട്ട് പോയിട്ടുള്ള ആ കേസുകളെല്ലാം തന്നെ ഈ പുരുഷന്മാർ ഒന്നെങ്കിൽ കീഴ്ജാതിക്കാരായിരിക്കും, അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഭരണകൂടത്തിന് ഹിതകരമല്ലാത്ത രീതിയിൽ പെരുമാറിയവരായിരിക്കും. ഭരണകൂടത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പുരുഷനും ഇതൊന്നും വേണ്ടി വരാറില്ല. അതിന് പരാതിയും ഉണ്ടാവാറില്ല. വല്ല മീറ്റും ഒക്കെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ അവിടെ ഇവിടെയും പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ അതല്ലാതെ ശരിക്കും അവർക്ക് കോൺസിക്വൻസസ് ഉണ്ടാകുന്ന രീതിയിലുള്ള നീക്കങ്ങളൊന്നും തന്നെ നിങ്ങൾ കാണത്തില്ല എന്നുള്ളത് ഏതാണ്ട് ഉറപ്പാണ്. പിന്നെ ഇതിപ്പം നമ്മൾ ഈ മിഡിൽ ക്ലാസ്സിൻ്റെ കാര്യം പറയുന്നു. മിഡിൽ ക്ലാസ്സിനെ നിങ്ങൾ വിട്ട് പോയി കഴിഞ്ഞാൽ ഏറ്റവും അധികം പോക്സോ കേസുകൾ ചാർത്തപ്പെടുന്നത് ഇവിടുത്തെ ആദിവാസി ദലിത് പുരുഷന്മാരുടെ പുറത്താണ്. ഇതൊക്കെ വളരെ സൈലന്റ് ആയിട്ട് ഇങ്ങനെ നടക്കുവാണ്. കേരളത്തിലെ ഫെമിനിസം ഇപ്പോൾ ഒരു ക്ലബ്ബ് പോലെയാണ്, ഒരു ലേഡീസ് ക്ലബ്ബ് പോലെയാണ്. അവിടെ നിങ്ങൾക്ക് അംഗത്വം കിട്ടണം. അവിടെ ഈ പറഞ്ഞ മിഡിൽ ക്ലാസ് ആയാൽ മതി. ഇപ്പം ജാതിയിലൊക്കെ കുറച്ച് റിലാക്സേഷനൊക്കെ വന്നിട്ടുണ്ട്. അപ്പം പണ്ടൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ അറിഞ്ഞുകൂടാ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു മിഡിൽ ക്ലാസ് ഐഡന്റിറ്റി ഉണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് മെമ്പർഷിപ്പ് അവിടെ കിട്ടും. എൻ്റെ അനുഭവത്തിൽ അങ്ങനെയല്ല. ആണോ? അല്ലേ, അതെനിക്ക് അറിഞ്ഞോളൂ. ഞാൻ കണ്ടിടത്തോളം അവർ കുറച്ച് പേരെയൊക്കെ അവരുടെ ഫ്രണ്ട്സൊക്കെ കുറേ പേരൊക്കെ അതിൽ ദലിത് മുഖങ്ങളെ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അങ്ങനെ ഒരു അവർക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ വലിയ പ്രശ്നവും കേസും വഴക്കും അയ്യോ വലിയ ബഹളമൊക്കെ. അതിന് പുറത്ത് കിടക്കുന്ന സ്ത്രീകൾക്ക് എന്ത് വന്നാലും ഒരു കുഴപ്പമില്ല എന്നുള്ള പോലെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ അതിപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ആ PG മനു എന്ന് പറയുന്ന ഒരാൾ അയാൾ പച്ചയ്ക്ക് കുറ്റവാളിയാണെന്ന് കഴിഞ്ഞ ഒക്ടോബർ മുതൽ തുടങ്ങി ആ പെൺകുട്ടി എന്തായാലും ധൈര്യം സംഭരിച്ച് പരാതി കൊടുക്കാൻ തീരുമാനിക്കുന്നത് ഒക്ടോബറിലാണ്. അപ്പം മുതൽ അയാൾ ഒളിവിൽ പോയതാണ്. ഒളിവിൽ പോയതെന്ന് വെച്ചാൽ എറണാകുളത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ ഒളിവിൽ പോയ ഒരാൾ ആ ഒളിവിൽ ഇരുന്നുകൊണ്ട് ഹൈക്കോടതിക്ക് മുൻകൂർ ജാമ്യാപേക്ഷ കൊടുത്തു.
കിട്ടിയില്ല. സുപ്രീം കോടതിയിൽ വരെ ജാമ്യാപേക്ഷ, മുൻകൂർ ജാമ്യാപേക്ഷ കൊടുത്തിട്ട് അത് വരെ എന്നിട്ട് പിന്നെ അയാൾ സ്വയം ചെന്ന് കീഴടങ്ങുക. അപ്പൊ ഇതിനിടയ്ക്ക് എന്ത് തെളിവ് ആരൊക്കെ നശിപ്പിച്ചിട്ടുണ്ടെന്ന് ആർക്കറിയും. പക്ഷെ അതൊന്നും നമുക്ക് ഒരു ചർച്ചയോ ഒരു വിഷയമോ ഒന്നും ആവുന്നില്ല. ഈ ചേരി പ്രദേശത്താണ് കൂടുതൽ പോക്സോ കേസുകൾ അല്ലെങ്കിൽ പീഡന കേസുകളൊക്കെ വരുന്നത്, വയലൻസ് ഉള്ള കേസുകൾ വരുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതിന്റെ ഒരു പശ്ചാത്തലവും കൂടെ നോക്കി കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ അതിനകത്തൊരു തീരുമാനം അല്ലെങ്കിൽ നീതി അത് തേടാൻ ഉദ്ദേശിക്കുന്നത്. കേരളത്തിൽ കുടുംബത്തിന് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ പറയുമ്പോൾ എപ്പോഴും മിഡിൽ ക്ലാസ് കുടുംബത്തിന്റെ കഥയല്ലേ നമ്മൾ പറയുന്നുള്ളൂ. അതെ. പക്ഷെ ശരിക്കും കേരളത്തിൽ ഇന്ന് ഏറ്റവും വലിയ ഭീഷണി നേരിടുന്നത് സത്യം പറഞ്ഞാൽ ഈ ഗ്രാമീണ പശ്ചാത്തലത്തിലല്ല, അതിനേക്കാൾ അധികം നഗര പശ്ചാത്തലത്തിലെ ദരിദ്ര കുടുംബങ്ങളിലാണ്. നഗര പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഈ ഒരു അർബനൈസേഷൻ പ്രക്രിയകൾ അതിശക്തമായിട്ട് വികസിച്ചുകൊണ്ടിരിക്കുന്നത്. പണ്ടത്തെ ചെറുപട്ടണങ്ങളെല്ലാം നഗരങ്ങളായി, എന്താ പറയുന്നത്, ഗ്രാമങ്ങളടക്കം നഗരം പോലെയായി മാറുകയാണ്. അപ്പോൾ ആ പശ്ചാത്തലത്തിൽ നിങ്ങൾ നോക്കിയാൽ ഈ നഗരത്തിലെ ചേരികളിൽ ഇപ്പം തൊഴിലുറപ്പുണ്ട്. ഗ്രാമപ്രദേശങ്ങളിൽ സ്ത്രീകൾക്ക് തൊഴിലുറപ്പുണ്ട്. ഗ്രാമം എന്ന് ക്ലാസിഫൈ ചെയ്യപ്പെടാത്തൊരു സ്ഥലത്തെ ഒരു ദരിദ്രയായ സ്ത്രീക്ക് അതുമില്ല. അപ്പോൾ കേരളത്തിലെ ഈ ദരിദ്ര കുടുംബം ഉണ്ടായത് തന്നെ ഈ പിന്നെ എന്താ പറയുക മെയിൽ ബ്രെഡ് വിന്നർ നോം അനുസരിച്ചാണ്. അതായത് കേരളത്തിൽ 20-ാം നൂറ്റാണ്ടിൽ വലിയ തൊഴിലാളി സാന്നിധ്യം, സ്ത്രീ തൊഴിലാളികളുടെ വൻ സാന്നിധ്യം ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണ് കേരളം. അപ്പം നമ്മുടെ പരമ്പരാഗത വ്യവസായങ്ങളിലൊക്കെ തന്നെ കൃഷിയിൽ ഒക്കെ പുരുഷന്മാരെക്കാൾ അധികം സ്ത്രീ തൊഴിലാളികളുണ്ടായിരുന്നൊരു സ്ഥലമാണ് കേരളം. അപ്പം അവിടെ ഈ സ്ത്രീകളൊക്കെ എവിടെ പോയി എന്ന് നമ്മൾ വിചാരിക്കില്ല. ഇപ്പം തൊഴിൽ നമുക്കറിയാം, കേരളത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി സ്ത്രീകൾക്ക് തൊഴിലില്ല എന്നുള്ളതാണ്. അപ്പം അത് ഏറ്റവും വലിയ അടി കിട്ടിയത് ഈ പരമ്പരാഗത വ്യവസായങ്ങളുടെ നാശവും കൊണ്ട് ഏറ്റവും വലിയ അടി കിട്ടിയത് ഈ ദരിദ്രരായ സ്ത്രീകൾക്കാണ്. ഈ പുരുഷന്മാർക്കാണെങ്കിൽ പുരുഷന്റെ ഈ ഇന്ത്യയിൽ ഇപ്പം നിങ്ങൾ 1950s മുതലുള്ള വേജ് ഫിക്സേഷൻ ആക്ട് നോക്കിയാൽ വളരെ വ്യക്തമായിട്ട് കാണാവുന്ന ഒരു കാര്യം, ഈ പുരുഷന് കിട്ടുന്ന കൂലിക്കാണ് കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ പുരുഷന് കൊടുക്കുന്ന കൂലിയാണെന്നാണ്. അപ്പോൾ ഈ പുരുഷന് കിട്ടുന്ന കൂലിക്ക് അതുകൊണ്ട് ഫാമിലി വേജ് എന്നുള്ള പേരിൽ കൂടുതൽ എപ്പോഴും പുരുഷന് വാങ്ങാൻ പറ്റിയിട്ടുണ്ട്. അതേ വേല ചെയ്യുന്ന സ്ത്രീ സെക്കൻഡറി ഏണറായിട്ട് കണക്കാക്കിയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഈ നിങ്ങൾക്കറിയാം ഈ മുതലാളിത്തവും അതിന് മുമ്പത്തെ പരമ്പരാഗത ജാതിയും എല്ലാം കൂടെ കൂടിക്കലർന്ന് കിടക്കുന്ന ഇടങ്ങളായിരുന്നല്ലോ കേരളത്തിലെ തൊഴിലിടങ്ങൾ. അവിടെ നിന്ന് സ്ത്രീകൾക്ക് എങ്ങനെയും മതിയായ കൂലി കൂടെ കിട്ടിയില്ലെങ്കിൽ അവരവിടെ എന്തിനു നിൽക്കണം? അങ്ങനെയാണ് സ്ത്രീകൾ വൻതോതിൽ ആ സ്ഥലങ്ങളിൽ നിന്ന് പുറത്താവുന്നത്. പിന്നെ മാത്രമല്ല പരമ്പരാഗത വ്യവസായങ്ങളും പരമ്പരാഗത കൃഷിയും ഇടിഞ്ഞു തകരുന്നതോടെ അവിടെ ജോലികളില്ലാതെയാകുന്നു. അങ്ങനെ ഈ പുരുഷനെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരവസ്ഥ വരികയാണ്. അപ്പോൾ 1980കളൊക്കെ ആയപ്പോഴേക്കും ഈ കൃഷിയിലും മറ്റു പരമ്പരാഗത വ്യവസായങ്ങളിലൊക്കെ ജോലി ചെയ്തിരുന്ന സ്ത്രീകൾ വീട്ടുജോലിക്കാരായിട്ട് മാറുകയാണ്. അപ്പോൾ അതായത് സംഘടിത തൊഴിലാളി വർഗത്തിന് പുറത്താവുകയാണ്. പണ്ടത്തെ ജാതി വ്യവസ്ഥയിലെ ആ ഭൃത്യ എന്നുള്ള നിലയ്ക്കൊരു പുതിയ ഭാഷ ഉണ്ടാവുകയാണ്. അപ്പം അത്തരം കുടുംബങ്ങൾ ഇപ്പം പഞ്ചായത്ത് രാജൊക്കെ വന്നതോടെ ഗ്രാമപ്രദേശങ്ങളിൽ കുറെ കൂടെ ഉണർവുണ്ടാവുകയും അവർക്ക് കടം, വലിയ പലിശ അത്രയൊന്നും ഇല്ലാത്ത കടം കുടുംബശ്രീയിലൂടെ കിട്ടുകയും പിന്നീട് തൊഴിലുറപ്പ് വരുന്നതോടുകൂടി അവർക്ക് എന്തെങ്കിലും ഒരു വരുമാനം, അങ്ങനെ ഒരു പിടിച്ചു നിൽക്കാനുള്ള ഒരു ചെറിയ പിടിവള്ളി, അതും പിടിവള്ളി ഒന്നുമില്ല, കടം എന്ന് പറഞ്ഞാൽ ഒരു ആവറേജ് വീട്ടിൽ 4 ലക്ഷം രൂപയെങ്കിലും കടമുള്ള അത്രയും ഭീകര സ്ഥലങ്ങൾ എനിക്കറിയാം. ചില ഗ്രാമങ്ങളിൽ 8 ലക്ഷം രൂപ വരെ കടം ഒരു വീട്ടിൽ ആവറേജ് ഉള്ളത് എനിക്കറിയാം. എല്ലായിടത്തും അങ്ങനെയല്ല, എന്നാലും ഉണ്ട്, എല്ലാ വീട്ടിലും കടമുണ്ട് കേരളത്തിലും. പക്ഷേ ഈ നഗരപ്രദേശങ്ങളിൽ വരുമ്പോഴെന്ന് വെച്ചാൽ ഈ പുരുഷന്മാർക്ക് തൊഴിൽ ഇല്ല, തൊഴിൽ നഷ്ടപ്പെട്ട അവസ്ഥയാണ്. സ്ഥിര വരുമാനം ഈ പറഞ്ഞ പോലെ ഈ ഓട്ടോറിക്ഷ ഓടിക്കുക അങ്ങനെയൊക്കെയുള്ള തൊഴിലുകളാണ് ഇപ്പോൾ പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീട് കൊണ്ടുപോകാൻ സ്ഥിരം വരുമാനം കിട്ടുന്ന എന്നുവെച്ചാൽ എല്ലാ മാസവും സ്ഥിരമായ ഒരു വരുമാനം വീട്ടിൽ കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ജോലികൾ പുരുഷന്മാരുടെ ഇടയിൽ കൊടുവാക്കും. ജോലി ഉണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട്, നല്ല കൂലി ഉണ്ടോയെന്ന് വെച്ചാൽ അതുമുണ്ട്. ഇപ്പം ദിവസം 1000 രൂപ 800 രൂപയെങ്കിലും കൂലി കിട്ടുന്ന ജോലികളുണ്ട്. പക്ഷെ അത് എല്ലാം ഇപ്പം 2 ആഴ്ച കെട്ടിടം പണിയാണെങ്കിൽ 2 ആഴ്ച പിന്നെ പണി കാണത്തില്ല, പിന്നെ ചിലപ്പോൾ ഒരാഴ്ച വെൽഡറായിട്ട് പോകും. ഇങ്ങനെയൊക്കെ ആണ്
സ്ഥിരമായിട്ട് വീട്ടിൽ കൊണ്ടുവന്ന ഒരു തുക എല്ലാ മാസവും കൊടുക്കുക, എന്നാലല്ലേ ഈ സോഷ്യൽ റീപ്രൊഡക്ഷൻ ആവുള്ളൂ. അപ്പൊ അത് അസാധ്യമാവുകയാണ്. അപ്പോഴെന്താ പറ്റുന്നതെന്ന് വെച്ചാൽ പലപ്പോഴും കല്യാണം കഴിച്ച് ചെറുപ്പത്തിലായിരിക്കും, കല്യാണം കഴിക്കുന്നതും ചെറുപ്പമായിരിക്കും, ഒരു 2-2.5 ലക്ഷം രൂപയൊക്കെ സ്ത്രീധനം കിട്ടും. അതൊക്കെ അത് കഴിയുന്നത് വരെ ഇതെങ്ങനെങ്കിലും മാത്രമല്ല, നമ്മൾ ഈ വലിയ വാചകമൊക്കെ അടിക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഈ കുടുംബാസൂത്രണം ഒന്നും ഇല്ല. ഈ പാവപ്പെട്ടവരുടെ ഇടയിൽ 2 പ്രസവിച്ചിട്ട് പോയിട്ട് പാവപ്പെട്ടവർ അല്ലാത്തവരുടെ കയ്യിലും ഇല്ല. അപ്പം കല്യാണം കഴിച്ച ഉടനെ ഗർഭിണിയാവുക എന്നുള്ളതാണ്. അപ്പോൾ ഉടനെ ഗർഭിണിയായി 2 കുട്ടികളായി കഴിയുമ്പോഴേക്ക് ഈ സ്ത്രീധനമൊക്കെ തീരും. അപ്പോൾ വീട്ടിൽ ഓരോ പ്രശ്നങ്ങളായി, വഴക്കായി, അങ്ങനെയൊക്കെയായി ഇയാളുടെ വഴിക്ക് പോകും. അപ്പോൾ ഈ സ്ത്രീ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഈ പറഞ്ഞ പോലെ വീട്ടു ജോലി ചെയ്തും എങ്ങനെയെങ്കിലും ഒക്കെ വീട് പോറ്റിക്കൊണ്ടു പോകുന്ന സ്ഥിതിയായിരിക്കും. ചെറുപ്പമായിരിക്കും ഈ സ്ത്രീ, ഒരു 25 വയസ്സേ ഉണ്ടാവുള്ളൂ. അവർക്കൊരു ശരീരമില്ലേ, അവർക്കും ആഗ്രഹങ്ങളുണ്ട്. അപ്പം മാത്രമല്ല, ഒരു പുരുഷൻ്റെ ഒരു ഭാര്യ എന്നുള്ള നിലയ്ക്ക് നിന്നാൽ ഒരുപാട് പ്രൊട്ടക്ഷനും ഉണ്ടല്ലോ. നമ്മുടെ നാട്ടിലെ രീതി നമുക്കറിയാമല്ലോ. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു പുതിയ ഒരു ഭർത്താവ് ഉണ്ടാവും. അയാൾ ഈ കുട്ടികളെ കാണുന്നത് ചിലപ്പം നല്ല ഭാഗ്യത്തിന് ചിലപ്പോൾ നന്നായിട്ട് കാണുന്നവരുണ്ടാവും, പക്ഷെ തീരെ മോശമായിട്ട് കാണുന്നവരും ഉണ്ടാവും. അപ്പൊ ഈ പോക്സോ കേസുകളൊക്കെ ഇവിടെ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ വളരെ കൂടുതലാണ്, ഇല്ലെന്നല്ല പറയുന്നു. എന്നാൽ ഇതിന് ഘടനാപരമായ ഒരു പശ്ചാത്തലം ഉണ്ട്, ഈ നേരത്തെ പറഞ്ഞ പോലെ. അപ്പൊ ഇതിനെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ സ്ത്രീകളെ ശാക്തീകരിക്കുകയാണ് വേണ്ടത്. അവർക്ക് സേഫായിട്ട് കുട്ടികളെ ആക്കി പോകാൻ സ്ഥലം ഉണ്ടാവണം, അവർക്ക് നല്ല ഹൗസിംഗ് ഉണ്ടാവണം. അപ്പം ഈ പറയുന്ന പോലെ ഈ ഭർത്താവ് പോയാലും പിടിച്ചു നിൽക്കാൻ പറ്റുന്ന തരത്തിലുള്ള തൊഴിലുണ്ടാവണം. ഈ ഭർത്താവിന് ഈ വീട്ടിലല്ലാതെ ഒരു കാമുകനുണ്ടായാൽ അയാളെ ഈ വീട്ടിലോട്ട് കൊണ്ടുവന്ന് കയറ്റാത്ത രീതിയിൽ ഇടപെടാനുള്ള പൊതു സ്ഥലങ്ങളുണ്ടാവണം. പൊതു രംഗത്തൊക്കെ പോയിരുന്ന് ചായ കുടിക്കാൻ എപ്പോഴും വീട്ടിൽ കൊണ്ടുവരാൻ, ഉടനെ കല്യാണം കഴിക്കാനുള്ള ആ ഒരു എർജ് തടഞ്ഞു നിർത്തുന്നത്. പക്ഷെ അതിന്റെ സാധ്യത വളരെ കുറഞ്ഞു വരികയാണ്. ഇപ്പൊ കോഴിക്കോട് ബീച്ചിൽ നടന്ന കാര്യം അതിനൊരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. അതാ പറഞ്ഞേ. അപ്പൊ അങ്ങനെ പോയിരുന്ന് സംസാരിക്കാൻ പോലും ഉള്ള സ്ഥലങ്ങളില്ല. ഞാൻ അരുണിയോട് പറഞ്ഞില്ല, എനിക്ക് ഭയങ്കര ആത്മനിന്ദ തോന്നി ഈ ലിറ്റററി ഫെസ്റ്റിവലിന് പോകുന്നത്. എനിക്ക് ഒന്ന് ആലോചിച്ച് നോക്കണം, അതേ കോഴിക്കോട് ബീച്ചിലാണ്, കുറച്ച് ഇപ്പുറത്ത് മാറി നല്ലൊരു. അപ്പം ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാൻ വിചാരിച്ചു, ഇവിടെ ഇതുകൊണ്ട് മിനിമം ഒരു ഗ്യാരണ്ടി എന്താണ് ഇതിൻ്റെ മിനിമം ഗ്യാരണ്ടി? മോറൽ പോലീസിങ് ഇല്ലാതെ ചെറുപ്പക്കാർക്ക് വന്നിരിക്കാമല്ലോ ഈ ബീച്ചുകളിൽ, ഈ ഇടങ്ങളിൽ. പക്ഷേ ഞാനിപ്പോൾ മാതൃഭൂമിയുടേതാണെങ്കിൽ പെയ്ഡാണ്, എൻട്രി പെയ്ഡാണ്, പൈസ കൊടുത്തിട്ടാണ് കയറും. അപ്പം അങ്ങനെയുള്ള അവിടെയും അദ്ദേഹം തോന്നുന്നു, KLF-ലും അങ്ങനെയാണെന്ന് തോന്നുന്നു. അപ്പം ഈ കാശ് കൊടുത്ത് കയറുന്ന ഇടങ്ങളിൽ മാത്രമാണ് നിങ്ങൾക്ക് ഇപ്പം മോറൽ പോലീസിങ് ഇല്ലാതെ പോകാൻ പറ്റുന്നത്. അതിപ്പോൾ മോളായാലും ലിറ്റററി ഫെസ്റ്റിവൽ ആയാലും ഈ പറയുന്ന ബീച്ചിൽ തന്നെ പോയിരിക്കും. പോട്ടെ, ഇതൊന്നും വേണ്ട, നിങ്ങൾ തന്നെ ഒന്ന് പോയി ഇത് നോക്കൂ കുറച്ച് നേരം. ഉടനെ വന്ന് എന്താ പരിപാടി, എന്താ സംഭവം, അത് പണ്ടേ ഉണ്ട്, പക്ഷെ ഇപ്പോഴും അത് ഒരു മാറ്റവും ഇല്ല എന്നുള്ളതാണ് അതിനൊന്നും. അപ്പോൾ ഈ പറയുന്ന ചെറുപ്പക്കാരിയായ ഒരു സ്ത്രീ 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് നടുകടലിലാണ്. ആലോചിക്കുക, അവരുടെ മാനസികമായിട്ട് അവരെന്തെല്ലാം സ്ട്രെസ്സിലായിരിക്കും. അവരുടെ നമുക്ക് നിഷേധിക്കാൻ പറ്റാത്തൊരു ശരീരമാണ്, അതിന് അതിൻ്റെതായിട്ടുള്ള ആവശ്യങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു 25-കാരിയായ സ്ത്രീയോട് ഒരു 60 വയസ്സുള്ള വല്യമ്മയെ പോലെ ജീവിക്കണം എന്ന് പറഞ്ഞാൽ അത് വലിയ ക്രൂരതയാണ്. അങ്ങനെ ആ ക്രൂരത കേരളത്തിൽ വളരെ നോർമലാണ്. 2 പിള്ളേരില്ലേ, അവരുടെ കാര്യം നോക്കി അങ്ങ് ഇരുന്നാൽ പോരെ. അല്ല, അങ്ങനെ ഇരിക്കാൻ പറ്റുന്ന ചില സ്ത്രീകളുണ്ട്. പലപ്പോഴും അവർ വളരെ സക്സസ്ഫുൾ ആണ് താനും. അങ്ങനെയുള്ള സ്ത്രീകൾ അങ്ങനെ അച്ചടക്കത്തോടെ ജീവിച്ച് 2 കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ വളർത്തി അവരോട് നമുക്ക് വളരെ ബഹുമാനവും ഒക്കെ ഉണ്ട്. പക്ഷേ അങ്ങനെ ബഹുമാനിക്കുന്നു എന്ന് വെച്ചിട്ട് എല്ലാ സ്ത്രീകളും അങ്ങനെ ജീവിക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? പക്ഷെ അങ്ങനെ ഒരു ചോയ്സ് ആയിട്ട് നമ്മുടെ മുമ്പിൽ വെക്കപ്പെടുന്നുമില്ലല്ലോ. ഗതികേട് കൊണ്ടങ്ങ് ചെയ്യുന്നത്. അങ്ങനെയുള്ളവർ അങ്ങനെ ജീവിക്കട്ടെ, അല്ലാതെ ഒരു പാർട്ട്ണർ വേണം അല്ലെങ്കിൽ ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് വേണം എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ തന്നെ ഇല്ലെന്ന് മാത്രമല്ല അവരെ അങ്ങ് ഡീഹ്യൂമനൈസ് ചെയ്യുമല്ലേ. അപ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ഈ ആണുങ്ങൾക്ക് ഒരു വലിയ പ്രാധാന്യം കിട്ടും. ഇതൊന്നും ഈ വലിയ പണക്കാരുടെ വീട്ടിൽ നടക്കുന്നില്ലെന്നാണോ വിചാരം? എന്നെയൊക്കെ പോലെയുള്ള റിസർച്ചേഴ്സിന് ഈ പണക്കാരുടെ വീട്ടിലോട്ട് ആക്സസ് ഇല്ല, അതുകൊണ്ട് നിങ്ങൾ ആരും അറിയുന്നില്ല, അത്രയേ ഉള്ളൂ. ഇതിപ്പോ എന്നെ പാവപ്പെട്ടവരുടെ വീടാവുമ്പോൾ ഗവേഷകരാന്നൊക്കെ പറഞ്ഞ് നമുക്ക് അവിടെ ജേർണലിസ്റ്റുകൾക്കും ഗവേഷകർക്കൊക്കെ ഇടിച്ചു കയറി അവരുടെ സ്വകാര്യ ജീവിതം എന്താണെന്ന് പരിശോധിക്കാൻ പറ്റുന്നു. ഈ പണക്കാരുടെ ഇവിടെ കാണുന്നത് ഇവിടെ ഇങ്ങോട്ട് വന്ന വഴിക്ക് വലിയ വലിയ ഫ്ലാറ്റുകൾ ഇവിടെ ഒന്നും നടക്കുന്നില്ലെന്നാണോ വിചാരം? അത് നമ്മൾ അറിയുന്നില്ല, അത്രേ ഉള്ളൂ. നമ്മൾ പഠിക്കാൻ അവിടെ എന്താണ്, അവിടെ എന്ത് തരം ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ ഘടനാപരമായ പ്രക്രിയകളാണ് അവിടെ നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നില്ല, നമുക്ക് അറിഞ്ഞുകൂടാ, നമ്മൾ പറയുന്നുമില്ല. അതാണ് അവിടെയൊക്കെയാണ് ഞാൻ ഈ പറയുന്നത്. അപ്പം നമ്മൾ
സെക്ഷൽ വയലൻസിനെ എതിർക്കണം. തീർച്ചയായിട്ടും സെക്ഷൽ വയലൻസ് ഒന്നും അങ്ങനെ ഇന്നസെൻ്റ് ആയ ഒരു കാര്യമല്ല. ഡൊമസ്റ്റിക് വയലൻസ് ആയാലും സെക്ഷൽ വയലൻസ്, ഞാനിപ്പോൾ ഒരുപാട് ഈ വീട്ടുജോലിക്കാരായ സ്ത്രീകളോട് സംസാരിക്കുമ്പോഴേ ഈ ഡൊമസ്റ്റിക് വയലൻസിനെ അവർ കാണുന്നത് എന്ത് ഡിഫറെൻ്റ് ആയിട്ടാണെന്നുള്ളത്, എന്ത് വ്യത്യാസമായിട്ടാണെന്ന്. പക്ഷെ ഈ സ്ത്രീകൾക്ക് ഈ ഘടനാപരമായ വശം നല്ലപോലെ ബോധ്യമാണ്. അപ്പം ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഭയങ്കര വയലൻസിൻ്റെ വർണ്ണനയൊക്കെ കഴിയും, നിങ്ങൾ എന്തുകൊണ്ട് പോലീസിൽ പോയില്ല, അറിയിച്ചില്ല എന്നൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയും, മാഡം നിങ്ങൾക്കൊക്കെ അത് പറയാം. എനിക്കറിയാം, ഇയാൾ ഗൾഫിൽ പോകുന്നവർ ഇയാൾക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. ഇയാൾ എനിക്ക് 2 പ്രസവം ഇയാൾ തന്നെ എടുത്തത്, അമ്മമാർ നോക്കുന്നതിനേക്കാളും നന്നായിട്ട് നോക്കിയതാണ് എന്നെ. പിന്നെ ഇയാൾ ഗൾഫിൽ പോയിട്ട് ആരോ ചതിച്ച് ജയിലിൽ കിടന്ന് 3 വർഷം ആ സൗദി പോലീസിൻ്റെ ഇടിയെല്ലാം കൊണ്ട് തിരിച്ചു വന്ന ശേഷം പിന്നെ അയാൾ ഒട്ടും നോർമലല്ല. അതിന് ശേഷമാണ് ഈ കുടിയും ഇടിയും ഒക്കെ തുടങ്ങിയത്. മാഡം അയാളെ ജയിലിൽ പിടിച്ച് മാറ്റി ഇട്ടാൽ അത് മാറുമെന്ന് എത്ര സ്ത്രീകൾ എന്നോടത് ചോദിച്ചെന്നറിയാം. അല്ല, പക്ഷെ അത് എവിടെയെങ്കിലും നമ്മൾ ഏതെങ്കിലും തരത്തിൽ അഡ്രസ്സ് ചെയ്യേണ്ടത്. പറഞ്ഞത് അഡ്രസ്സ് ചെയ്യണമെങ്കിൽ അത് കളക്റ്റീവായിട്ട് അഡ്രസ്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ വിഷയത്തിനെക്കുറിച്ച്, ഈ വിഷയം ഒരു പ്രധാനപ്പെട്ട വിഷയമാണെന്ന് ബോധ്യപ്പെട്ട എല്ലാവരും കൂടി ഇരുന്ന് ആലോചിച്ച് എങ്ങനെയായിരിക്കും നമുക്ക് ഈ സ്ത്രീകൾക്ക് നീതി നേടിക്കൊടുക്കാം. ഇൻസ്റ്റന്റ് ജസ്റ്റിസ് പോലീസിനെ വിളിക്കുക എന്നുള്ളതല്ലാതെ, കാരണം ആ ജസ്റ്റിസിന് അവർ വഴങ്ങില്ല. അവർ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾക്കൊക്കെ അത് പറ്റും. ഒന്ന് പലർക്കും പേടിയുണ്ട്, കാരണം ഈ ജയിലിൽ ഇയാളെ പിടിച്ചുകൊണ്ട് പോയാലും അയാൾ പെട്ടെന്ന് ജാമ്യം എടുത്താൽ തിരിച്ചു വന്നാൽ കൊന്നുകളയുമെന്ന് പേടിയുണ്ട്. അപ്പം അങ്ങനെ ആദ്യം ഇതിൻ്റെ നമ്മൾ വിക്ടിം എന്ന് വിചാരിക്കുന്ന സ്ത്രീകളോട് സംസാരിച്ചിട്ടല്ലേ, ഇതിൻ്റെ ഘടനാപരമായ വശം കൊണ്ടാണ് ഇവർ പറയാത്തത്. പോലീസിൽ പിടിച്ചുകൊണ്ട് പോയാൽ അയാളെ മാറത്തില്ലല്ലോ. അപ്പം ഞാൻ ചോദിക്കുന്നത്, അയാളില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ലെന്ന് പറയുന്നു. എന്തുകൊണ്ടാണെന്ന് ചോദിക്കുന്നത്, പറഞ്ഞ് സാഹചര്യം അങ്ങനെയാണ്. ഞാൻ ഈ വീട്ടിലൊറ്റയ്ക്ക് കിടന്നാൽ രാത്രി കൊട്ടു തുടങ്ങും. രാത്രി ഇവിടെ വന്ന് തട്ടാനും മുട്ടാനും തുടങ്ങും. എനിക്ക് 2 പെൺപിള്ളേരേ ഉള്ളൂ. ഞാനും പെൺപിള്ളേരും കൂടി വീട്ടിൽ കിടക്കണ്ടേ മാഡം എന്നാ ചോദിക്കുന്നത്. നമുക്കതിന് ഉത്തരവില്ല. അതുപോലെ അവർ പറയുന്നുണ്ട്, അയാൾ ഈ കുടിയനൊക്കെ ആണെങ്കിലും അയാൾ പിള്ളേരുടെ ഈ സ്കൂളിലേക്കോ അതിനും ഇതിനുമൊക്കെ അയാൾ കാശൊക്കെ തരും. അപ്പം അതില്ലെങ്കിൽ ഞാൻ എന്തോ ചെയ്യും മാഡം എന്നാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇതൊക്കെ ഘടനാപരമായ ആശ്രിതത്വങ്ങളാണ്. അപ്പം അതിനെ പരിഹരിക്കണ്ടേ ആദ്യം. പിന്നെ മാത്രമല്ല, ഇപ്പം ഗൾഫിൽ പോയി ഇടി കൊണ്ട് വരുന്ന ഒരു മനുഷ്യൻ ഭയങ്കരമായിട്ട് മാനസികമായിട്ട് തകർന്നായിരിക്കും വരുന്നത്. അപ്പോൾ ആ രീതിയിൽ അവിടുന്ന് ഒരു കൗൺസിലിംഗ്, അത്തരത്തിലൊരു കൗൺസിലിങ്ങിലും ഇടപെടലും ഒക്കെ ഉണ്ടാവണ്ടേ. നേരത്തെ പറഞ്ഞ പോലെ ഒന്നുമില്ല, ശ്രീമൂലം ക്ലബിൽ ചെന്ന് മൂക്കറ്റം കള്ളു കുടിച്ച് വീട്ടിൽ പോയി ഭാര്യ എടുത്തിട്ട് ഇടിക്കുന്നവന് ഒരു കുഴപ്പമില്ല. അത് ശ്രീമൂലം ക്ലബിലിരുന്നല്ലേ കുടിച്ചത്. അപ്പം അതിനൊരു മാന്യതയുണ്ടല്ലോ. ഈ ദണ്ഡനീതി ഫെമിനിസം ആണെങ്കിലും പൊറുക്കൽ നീതി ഫെമിനിസം ആണെങ്കിലും അങ്ങനെയുള്ള ആക്റ്റീവായിട്ടുള്ള ചർച്ചകൾ വന്നത് ഒരു മീറ്റു കേസിന് ശേഷമാണല്ലോ. ആ മീറ്റു കേസ് ഇപ്പം കോടതി വ്യവഹാരത്തിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് അതിനകത്ത് കൂടുതൽ സംസാരിക്കാൻ പറ്റില്ല. പക്ഷേ ആ മീറ്റു കേസ് എങ്ങനെയാണ് ഈ പൊറുക്കൽ നീതിയുമായിട്ട് കണക്ട് ആവുന്നതെന്നൊന്ന് പറയാമോ? അല്ല, ബേസിക്കലി ആ കേസിൽ ഇത്രയധികം ഫെമിനിസ്റ്റുകൾ എഴുതി കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അത് ചിലപ്പോൾ ഒരുപക്ഷെ ഇത്തരം ആ കേസിന് മാത്രം ബാധകമായ ഒരു സംഗതിയൊന്നും അല്ല പൊറുക്കൽ നീതി. ഇൻഫാക്ട് ആ കേസിലായിരിക്കും ഒരുപക്ഷെ കൊച്ചിന് ബാധകമല്ലാതെ വരുന്നത്. കാരണം അതിലെ പ്രതിയാക്കപ്പെട്ട ആള് ഈ പറഞ്ഞ പോലെ ഘടനാപരമായ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റുന്ന ഒരാളല്ല. അപ്പം അതുകൊണ്ടാണ്. പക്ഷെ പൊതുവേ പൊറുക്കൽ നീതി എന്ന് പറയുന്നത് ഈ ഭരണകൂടം കൂടുതൽ വലതുപക്ഷത്തേക്ക് ചാഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് ഈ എന്താ പറയുക, നമ്മൾ റെട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് എന്ന് പറയുന്ന അത്തരം നീതി, ഈ പറയുന്ന പോലെ നേരത്തെ പറഞ്ഞത്, ഒരാൾ ഇയാളെ ഇത്തരം ഒരു കേസിൽ കുറ്റം തെളിയിക്കപ്പെട്ട ആളെ പ്രധാനമായിട്ട് ശിക്ഷിക്കുക, അതോടെ നിർത്തുക എന്നുള്ളത്. ഈ പൊറുക്കൽ നീതിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ശിക്ഷ ഒഴിവാക്കലല്ല. അതാണ് എനിക്ക് ഭയങ്കര തമാശ തോന്നിയത്. കാരണം ഇവിടെ ഈ വക്കീലന്മാർ, ഫെമിനിസ്റ്റ് ലോയേഴ്സ്, അവർ പോലും സങ്കല്പിച്ചത് ഈ പൊറുക്കൽ നീതിക്ക് ശിക്ഷയില്ല, അതിൽ ശിക്ഷയില്ല എന്നാണ്. പൊറുക്കൽ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ അവർക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. പൊറുക്കൽ എന്ന് പറഞ്ഞാൽ മാപ്പാക്കുക എന്ന ഒരു അർത്ഥമുണ്ടാക്കാം. പക്ഷെ പൊറുക്കുക എന്ന് പറഞ്ഞാൽ ഹീലിംഗ് എന്നൊരു അർത്ഥമുണ്ട്. അപ്പം 2 തരം നീതിയാണ്. ഒന്ന് റെട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് ആണ്, അതായത് നിങ്ങളെ ആരെങ്കിലും ഒരാളെ ദ്രോഹിച്ചാൽ അയാളെ ഭരണകൂടം ദ്രോഹിക്കും, അതോടെ പ്രശ്നം തീർന്നു എന്നുള്ളതാണ്. ഈ റെസ്റ്റോറേറ്റീവ് ജസ്റ്റിസുകാർ പറയുന്നത് അതോടെ പ്രശ്നം തീർന്നില്ല എന്നാണ്. അത് ശിക്ഷിച്ചിട്ടുണ്ടാവും, പക്ഷേ ഈ
മുറിവേറ്റ വ്യക്തിയുടെ മുറിവ് അതുപോലെ ഇരിക്കുകയല്ലേ. ആ പോയ ആൾ ഇനി വേറൊരാളെ ദ്രോഹിക്കില്ല എന്ന് എന്താ ഉറപ്പ്? അതുകൊണ്ട് ഈ രണ്ട് കൂട്ടരെയും പൊറുക്കലിന് വിധേയമാക്കണം എന്നാണ്. ഈ രണ്ടുപേരെ അയാൾ ഇനിയൊരു ആവർത്തി അത് ചെയ്യരുത്. അയാൾ ചെയ്ത തെറ്റെന്താന്ന് അയാൾക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെടണം. ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ അയാൾക്ക് മാപ്പ് ചോദിക്കാൻ അവകാശമുള്ളൂ. അല്ലാതെ ചുമ്മാ ഒന്ന് മാപ്പെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പൊ പൊറുക്കൽ നീതി എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ദീർഘമായ ഒരു പ്രോസസ്സാണ്, മെനക്കെട്ട പ്രോസസ്സാണ്. അതിൽ ശരിക്കും ശക്തമായ സിവിൽ സൊസൈറ്റി ഇടപെടലില്ലാതെ നടക്കില്ല. ഞങ്ങൾ CDS അറിയാലോ, സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ് ഒരു ചെറിയ ക്യാമ്പസാണ്, വളരെ ചെറിയ ക്യാമ്പസ്. അവിടെ ഇത്തരം തർക്കങ്ങൾ ഉണ്ടായാൽ അത് ഞങ്ങൾ പൊറുക്കുക തന്നെ വേണം. കാരണം ഒരു 10 പേര് മാത്രമുള്ള ഓഫീസിൻ്റെ അകത്ത് 2 പേര് തമ്മിൽ ഇങ്ങനെ തീരാത്ത ഒരു പക വന്നു കഴിഞ്ഞാൽ ആ സ്ഥാപനം തന്നെ നടക്കില്ല. മാത്രമല്ല അവിടുത്തെ ഒരു എന്താ അറ്റ്മോസ്ഫിയർ തന്നെ നശിച്ചു പോകും. അതുകൊണ്ട് ഞങ്ങൾ ഈ ദണ്ഡനീതി അല്ല ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നു. ഞങ്ങൾ ശരിക്കും പൊറുക്കൽ നീതി. രണ്ട് കൂട്ടരും ഒരാൾക്ക് ഉണ്ടായ അവർക്കുണ്ടായ ആ ഭീതി ആയാലും വിഷമമായാലും അത് പരിപൂർണമായിട്ടും മാറണം. മറ്റേ ആൾ ചെയ്ത തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് പരിപൂർണമായിട്ട് അംഗീകരിക്കുകയും ആത്മാർത്ഥമായിട്ട് മാപ്പ് പറയുകയും പിന്നെ ഒരിക്കലും അങ്ങനെ ചെയ്യാത്ത രീതിയിൽ മാറുകയും ചെയ്യണം. ഇതാണ് നമ്മുടെ ലക്ഷ്യം. അതല്ല ഇനി അയാൾ തെറ്റ് ശരിക്കും ചെയ്തിട്ടില്ല, ഇവർക്കുണ്ടാക്കിയ ഒരു ഇംപ്രഷൻ ആണെങ്കിൽ അതും നമ്മൾ ഡിസ്കസ് ചെയ്യും. അല്ലാതെ ഇവർ കള്ള കേസ് കൊടുത്തതെന്നൊന്നുമല്ല, എന്തുകൊണ്ട് അവർക്ക് അങ്ങനെ തോന്നി എന്നുള്ളതിനെ കുറിച്ചൊരു ഡിസ്കഷൻ ഉണ്ടാവുകയും അങ്ങനെ ചിലപ്പോൾ ഈ സൈഡിൽ നിന്ന് അത്ര സെൻസിറ്റീവ് അല്ലാത്ത ഒരു നീക്കം കൊണ്ടാണ് അങ്ങനെ തോന്നലുണ്ടായതെങ്കിൽ അതിന് മാപ്പ് പറയും. മനസ്സിലായോ? ഇപ്പുറത്തുനിന്നാണെങ്കിലും ചിലപ്പോൾ ഒരാൾ പറഞ്ഞത് കുറച്ച് എന്തെങ്കിലും സ്വകാര്യമായ നമ്മുടെ ഓരോരുത്തരുടെയും പേഴ്സണൽ ജേണി ഓരോന്നാണല്ലോ. അപ്പോൾ ചിലപ്പോൾ നമ്മൾ അവരുദ്ദേശിക്കാത്ത ഒരു അർത്ഥം നമ്മൾ അവർ പറഞ്ഞതിൽ ഇട്ടിട്ടുണ്ടാവും. അത് അവർക്ക് മനസ്സിലാവുമ്പോൾ പരസ്പരം മാപ്പ് കൊടുക്കുന്ന ഒരാൾക്ക് മാപ്പ് കൊടുക്കുകയല്ല, പരസ്പരം മാപ്പ് കൊടുക്കുന്ന ഒരു കൾച്ചർ ഉണ്ടാക്കുകയും ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പം അങ്ങനെയാണ് നമ്മൾ ഈ മുറിവേറ്റയാളുടെ മുറിവ് ഉണക്കണം, മറ്റേയാൾ ഒരിക്കലും ഇനി ഒരു മുറിവ് ഉണ്ടാക്കുക. അതാണ് ഈ റെസ്റ്റോറേറ്റീവ് ജസ്റ്റിസ് എന്ന് പറയുന്നത്, അഥവാ പൊറുക്കൽ നീതി എന്ന് പറയുന്ന ഒരു സംഗതി. അപ്പം ഇതിനു മുമ്പൊന്നും നമ്മൾ ഒരു സെക്ഷൽ ഹാരസ്മെന്റ് കേസിൽ ഇങ്ങനെ ഒരു ചർച്ച കണ്ടിട്ടില്ല. ഇത്രയും അധികം സ്ത്രീകൾ വന്നിട്ട് ഇങ്ങനെ ഒരു കൂട്ടം കൂടി, മാത്രമല്ല ഈ CPM-ന്റെ കുറേ പ്രവർത്തകരും എല്ലാവരും കൂടെ ഫേസ്ബുക്കിൽ ഇങ്ങനെ ഇതേക്കുറിച്ച്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, ഇത്രയും ഒരു വലിയ ഡിസ്കഷൻ ആയില്ലേ, വന്നില്ലേ, അപ്പത്തിന് പിന്നെ നമുക്ക് വൈ നോട്ട് സ്റ്റാർട്ട് ഡിസ്കഷൻ ഓൺ ദിസ്. അതിന് പക്ഷേ ഈ പറഞ്ഞ പോലെ അത് അവസാനം കലാശിച്ചതെന്ന് വെച്ചാൽ ഈ JNUവിലൊക്കെ പഠിച്ച ആൾക്കാർ, എനിക്ക് അതാണ് അത്ഭുതം. നമ്മൾ ഈ വലതുപക്ഷ ട്രോളുകൾ അല്ലെങ്കിൽ ഇടതുപക്ഷ ട്രോളുകളൊക്കെ അവരുടെ ഒരു രീതിയുണ്ടല്ലോ. നിങ്ങൾ എഴുതുന്നത് ഇത് മുഴുവൻ ഒരു സെൻറ്റൻസിങ് എടുക്കും, എന്നിട്ട് ആ സെൻറ്റൻസ് എടുത്ത് വെച്ചിട്ട് ഞാൻ കണ്ടോ ഇവർ ഭയങ്കര, നിങ്ങൾ ചിലപ്പോൾ ആ സെൻറ്റൻസ് ഡിസ്പ്രൂവ് ചെയ്യാനായിട്ടായിരിക്കും അത് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ താഴോട്ട് കോണ്ടെക്സ്റ്റ് ഒന്നും നോക്കത്തില്ല, അത് മാത്രം ഇങ്ങനെ എടുക്കും. എടുത്തേച്ച് വലിയ നെടുങ്കൻ ലേഖനം ഗേഡ ലേണർ മുതൽ പിന്നെ എന്താ പറയുക, ലോകത്ത് ഏതൊക്കെ ഫെമിനിസ്റ്റ് തിയറിസ്റ്റുകളെ സൈറ്റ് ചെയ്യാമോ അവരെല്ലാം സൈറ്റ് ചെയ്ത് അലങ്കാരം ഈ എന്താ പറയുക സർവാഭരണ വിഭൂഷിതമായ ഒരു ലേഖനം. ആഭരണങ്ങളൊക്കെ ഈ പല പല പേരുകളാണ്. ഗെർഡ ലേണർ, പിന്നെ ആലിസ് വാക്കർ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പേരുകൾ കൊണ്ട് നിറച്ച് ഒരു ലേഖനം എഴുതാനുള്ള ഒരവസരമായിട്ട് ഇത് കാണുക. ഒരു വരി എടുത്തിട്ട് ഇതൊരു ഇവോൾവിങ് ഡിബേറ്റ് ആണെന്ന് പോലും ഇപ്പം നമ്മൾ ഫേസ്ബുക്കിൽ എഴുതുമ്പോൾ ആദ്യം എഴുതി അത് കഴിഞ്ഞാൽ അതിനെ ഇവോൾവ് ചെയ്യല്ലേ ചെയ്യുന്നത്. അങ്ങനെ ഒന്നും വായിച്ചു നോക്കാനെന്നുള്ള എൻ്റെ കുറ്റമാണെന്നേ ഞാൻ പറയുള്ളൂ. ഈ ഫേസ്ബുക്കിൽ അത്തരത്തിലൊരു എന്താ പറയുക ഡിബേറ്റ് എന്ന് പറയുന്നത് പോസിബിൾ ആണെന്ന് വിചാരിച്ചത് എൻ്റെ കുറ്റമാണ്. അതേ ഞാൻ പറയുന്നുള്ളൂ. അവരൊക്കെ പറഞ്ഞ പോലെ കിട്ടുന്ന ചാൻസിന് മേലോട്ട് കയറാൻ നിൽക്കുന്നവർ, അങ്ങനെയുള്ളവർ ഇതൊക്കെ ചർച്ചയാക്കി മാറ്റുമെന്ന് വിചാരിച്ച എന്നെ മാത്രമേ പറയാനുള്ളൂ. ഞാൻ ആരെയും കുറ്റം പറയുന്നൊന്നുമില്ല. എനിക്ക് ഇതിപ്പോൾ കേൾക്കുമ്പോഴും ഞാൻ മുമ്പ് വായിച്ചപ്പോഴും ടീച്ചറിന് അറിയാലോ 2018 ഞാനൊരു മീറ്റു കേസ് രൂപേഷ് കുമാറിനെതിരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പക്ഷെ ഈ പറയുന്നത് പോലെ അതും ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ്. അതിനെ തുടർന്ന് ഞാൻ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തത് ഇപ്പോഴും അവിടെ കിടപ്പുണ്ട്. പക്ഷേ ഈ പൊറുക്കൽ നീതിയുടെ സൈഡ് ഞാൻ കേൾക്കുമ്പോൾ ഞാൻ ചെയ്തത് തെറ്റായിരുന്നു എന്ന് എനിക്ക് ചില സമയത്തെങ്കിലും തോന്നുന്നുണ്ട്. അപ്പോൾ എനിക്ക് നീതി കിട്ടിയോ ഇല്ല. തെറ്റൊന്നുമല്ല ആരതി, അതല്ല ഇപ്പം നിലവിലുള്ള വ്യവസ്ഥ. പരാതി കൊടുത്തതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ ഇടപെടേണ്ടത് ആരാണെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ ഈ ലിംഗനീതിയിൽ താല്പര്യമുള്ള സിവിൽ സമൂഹമായിരുന്നു. അവരാണ് ഇടപെടുന്നത്. കാരണം ഇപ്പം നിങ്ങൾ ഈ പൊറുക്കൽ നീതി കേസുകൾ നടത്തുന്നത് എപ്പോഴും അങ്ങനെയാണ്. അതായത് ഏതെങ്കിലും ഒരു കേസിൽ ഇങ്ങനെ ശിക്ഷ കിട്ടിക്കഴിഞ്ഞാണ് പലപ്പോഴും നടത്തുന്നത്. ശിക്ഷ
ശിക്ഷ കൊടുക്കും. തെളിഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇന്നയാൾ ഇന്നതുപോലെ ചെയ്തു എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഭരണകൂടം ഒരു ശിക്ഷ കൊടുക്കും. ആ ശിക്ഷ കൊടുക്കുമ്പോഴാണ്, കൊടുത്തിട്ട് തന്നെയാണ് ഈ പൊറുക്കൽ നീതി നടത്തുന്നത്. അതായത് അങ്ങനെ, അതായത് അയാൾ ഞാൻ അങ്ങനെ എനിക്കൊരു കൺഫ്യൂഷൻ വരാനുള്ള കാര്യം ആ സമയത്ത് തന്നെ 2018 കാലഘട്ടത്തിൽ തന്നെ ഉത്തരകാലത്തില് ആരാ എഴുതിയതെന്ന് ഞാൻ ഓർക്കണില്ല, ഒരു ആർട്ടിക്കിളിൽ വന്നൊരു ആർഗ്യുമെന്റ് ആണ്. രൂപേഷ് കുമാർ എന്ന് പറയുന്ന ഒരു ദളിത് പുരുഷനാണ്, അയാൾ സമൂഹത്തിൽ ഒപ്രഷൻ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ദളിത് സ്ത്രീകളായിട്ടുള്ള ആൾക്കാർ, അതായത് ദളിത് പുരുഷന്മാർ കുറ്റം ചെയ്യുമ്പോൾ ദളിത് സ്ത്രീകൾ അത് വിട്ടുവീഴ്ച ചെയ്യണം എന്നുള്ള രീതിയിൽ ഒരു ആശയം ഞാൻ കണ്ടിരുന്നു. അപ്പൊ ഇതെല്ലാം കൂടെ എനിക്ക് കൺഫ്യൂഷൻസ്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നു. ഈ ദണ്ഡനീതി സോറി പൊറുക്കൽ നീതി എന്ന് പറഞ്ഞാൽ വിട്ടുവീഴ്ചയെ അല്ല, അതിന്റെ നേരെ ഓപ്പോസിറ്റാണ്. ഇത് ഈ നീതി ഉറപ്പായിട്ടും കിട്ടണം എന്നുള്ളതാണ്. പിന്നെ അതിന് മീതിയാണ് വരിക. അതായത് ആദ്യം ഒരു ശിക്ഷ ഉണ്ടാവും, ശിക്ഷ ഇല്ലാതെ എങ്ങനെയാണ്? പക്ഷെ ഈ ശിക്ഷ കൊണ്ട് മാത്രം നിങ്ങളുടെ മുറിവ് ഉണങ്ങില്ല എന്നുള്ളതാണ്. അതുപോലെ ഞാൻ ചെയ്തത് ശരിയാണ് എന്നുള്ള ഒരു ഭള്ളോടെ അല്ല ഇതിൻ്റെ അകത്തുനിന്ന് പുറത്തു വരണം. എന്നെ ഇങ്ങനെ അന്യായമായിട്ട് പിടിച്ചതാണ്, ഞാനൊരു ദളിത് പുരുഷൻ, എന്നെ ഇങ്ങനെ ദ്രോഹിച്ചു, ആ ഒരു ബോധത്തോടെ അല്ല അയാൾ ഇറങ്ങി വരേണ്ടത്. മറിച്ച് തനിക്കുണ്ടായ മുറിവ് അത് പരിഹരിക്കപ്പെടണം. അയാൾക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ അതില്ലാതാവണം. ഇതാണ് പൊറുക്കൽ നീതി. ഇൻഫാക്ട് ഇറ്റ് ഇസ് ജസ്റ്റ് ദി ഓപ്പോസിറ്റ് ഓഫ് വാട്ട് എവർ ഇറ്റ് വാസ് മെയ്ഡ് ടു ലുക്ക് ലൈക്ക്. പക്ഷെ അതിൽ തമാശ എന്താണെന്ന് വെച്ചാൽ ശരിക്കും ഈ ഒത്തുതീർപ്പും ഈ ഒഴിവാക്കലും നമ്മുടെ കണ്ണിൻ്റെ മുമ്പ് മൂക്കിൻ്റെ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഈ കേരളത്തിലെ മുഖ്യധാര ഫെമിനിസ്റ്റുകളൊന്നും കാണത്തില്ല. കൊടിയേരിയുടെ മറ്റേ ഒരു ഭാര്യയാണല്ലോ, ബീഹാർ സ്വദേശിയായ യുവതി, അവരുടെ മകൻ ആ കേസ് കൃത്യമായിട്ട് ഒത്തുതീർത്തു, കോടതിയുടെ പുറത്ത് വെച്ച് ഒത്തുതീർത്ത് പോയതാണ്. ആ കേസ് അങ്ങനെ പോകുമ്പോൾ ഇവിടെ ആർക്കും പ്രതിഷേധവും ഇല്ല, ഒന്നുമില്ല. അപ്പൊ പൊറുക്കൽ നീതി ആണോ എന്ന് ചോദിക്കുന്നില്ല, ഒന്നുമില്ല. എത്ര സൈലന്റ് ആയിരുന്നു ഫേസ്ബുക്കൊക്കെ ആ സമയത്ത്. അപ്പൊ ഇപ്പം ആരതിയുടെ കേസാണ് എടുത്തിരുന്നതെങ്കിൽ ഒന്നാമത് ഈ കേസ് പെട്ടെന്ന് ട്രയലിലേക്ക് വരാനും പെട്ടെന്ന് പോലീസ് അത് അന്വേഷിക്കാനും, ഇനിയിപ്പോൾ തെളിവുകളെല്ലാം നശിച്ചു കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഒന്നും ഉണ്ടാവില്ലല്ലോ. ഉടനെ തന്നെ അത് സമ്മർദ്ദം ഇടുകയും അത് കോടതിയിൽ എന്നുവെച്ചാൽ ഉള്ള കാലം ഇപ്പം ഇവരൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ കേസ് ഈ നീട്ടിക്കൊണ്ട് പോയിട്ടാണ് നമ്മളിപ്പോൾ വന്ന് ഈ ഇത്തരം ആൾക്കാരെ, അക്യൂസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ ശിക്ഷിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഉപാധി എന്ന് പറഞ്ഞാൽ കേസ് നീട്ടിക്കൊണ്ട് പോകുക എന്നുള്ളത്. അങ്ങനെയല്ലാതെ ഈ കേസ് അങ്ങനെയല്ല വേണ്ടത്. പക്ഷെ ആ കേസ് നീട്ടിക്കൊണ്ട് പോകുന്നിടത്തോളം ഈ വാദിയായ സ്ത്രീയും അതിൽ കുരുങ്ങി കിടക്കുകയാണെന്നുള്ളത് പലപ്പോഴും മറന്നു പോകും. അതേസമയം ഈ വാദിയായ സ്ത്രീ ചിലപ്പം വളരെ അക്കംപ്ലിഷ്ഡും വളരെ ധാരാളം ഈ പ്രിവിലേജ് ഉള്ളൊരു സ്ത്രീ ആണെങ്കിൽ അവർക്കതൊന്നും ഒരു പ്രശ്നമായിരിക്കില്ല. പക്ഷേ അങ്ങനെ പ്രിവിലേജ് ഇല്ലാത്തൊരു സ്ത്രീ ആണെങ്കിൽ അവർ കുടുങ്ങിയത് തന്നെയാണ്. പിന്നെ അവർ ഏത് കാര്യത്തിനും അതിന്റെ പുറകെ അവർ നടക്കേണ്ടി വരും. അതൊക്കെ നമ്മൾ കാണാത്ത എന്താ? അപ്പം ആരതിയുടെ കേസിലാണെങ്കിൽ ചെയ്യേണ്ടിയിരുന്നത് ആദ്യം തന്നെ ഈ സംഗതി പെട്ടെന്ന് പോലീസിന്റെ പുറത്ത് സമ്മർദ്ദം, ചാർജ് ഷീറ്റ് പെട്ടെന്ന് ഫയൽ ചെയ്യാനും സംഗതി കോടതിയിലെത്തണം. പെട്ടെന്ന് എന്താണെന്ന് വെച്ചാൽ ശിക്ഷ നടക്കണം, വാട്ടെവർ ഡിസിഷൻ എടുക്കണം. അത് എന്തായാലും ഈ തെളിവുകൾ അപ്പം പെട്ടെന്നാണ് ചെയ്യുന്നതെങ്കിൽ തെളിവുകളൊക്കെ ഇൻടാക്റ്റ് ആയിരിക്കും. അപ്പോൾ ഓബ്വിയസ്ലി ഇയാൾക്ക് ശിക്ഷ കിട്ടാൻ സാധ്യത കൂടുതലാണ്. ശിക്ഷ കിട്ടിക്കഴിഞ്ഞാലും പക്ഷെ അതോടെ ഈ കേസ് അവിടെ നിർത്തുകയല്ല വേണ്ടത്, മറിച്ച് ഈ പറഞ്ഞ പോലെ അപ്പം നമ്മൾ ഈ ഘടനാപരമായ സാഹചര്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഈ പരസ്പരം നിങ്ങൾക്ക് സംസാരിച്ച് എന്തെങ്കിലും ഈ പറയുന്നില്ല അയാൾ നിങ്ങളോട് മാപ്പ് പറയുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും, അതൊക്കെ നമ്മളല്ല പറയേണ്ടത്. മാപ്പെന്നൊന്നും നമ്മളല്ല പറയുന്നത്. നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് നിങ്ങൾ പറയുക. വെച്ചാൽ ഈ മുറിവേറ്റ ആള് അവർക്ക് ഏത് തരത്തിലുള്ള ഒരു ഇതായിരിക്കും വേണ്ടതെന്ന് പറയുകയും, ഈ പറയുന്ന പോലെ ചിലപ്പം ഈ അക്യൂസ്ഡ് ആയ അയാൾ ചിലപ്പോൾ ഇത് റിഗ്രറ്റ് ചെയ്യുന്നുണ്ടാവാം. ചിലപ്പോൾ അയാൾക്ക് പറ്റിയ അബദ്ധം, തെറ്റ് അയാൾ അബദ്ധമല്ല തെറ്റ് അയാൾ തിരിച്ചറിയുന്നുണ്ടാവാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അയാൾക്ക് അത് ജെനുവിനായിട്ട് തിരിച്ചറിയാനും നിങ്ങളോട് മാപ്പ് പറയാനും ഏതെങ്കിലും മറ്റു തരത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാനും ഉള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക. ഇപ്പം ഒരാൾക്ക് ശിക്ഷ കിട്ടിയ ശേഷം അയാൾക്ക് ഇളവ് കിട്ടുന്നതും ശിക്ഷ കിട്ടാതെ അയാൾ കാശ് കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് പുറത്തു പോകുന്നത് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസമാണ് ഈ പൊറുക്കൽ നീതിയും മറ്റു അഡ്ജസ്റ്റ്മെന്റും തമ്മിലുള്ളത്. പക്ഷേ നമ്മുടെ ഇവിടുത്തെ ഫെമിനിസ്റ്റ് ലോയേഴ്സിനൊക്കെ വളരെ ഉറപ്പായിരുന്നു പൊറുക്കൽ നീതി എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല ഈ അഡ്ജസ്റ്റ്. എനിക്കത് അവർക്ക് എങ്ങനെ കാരണം എനിക്ക് മറ്റുള്ളവർക്ക് ഇപ്പം ഈ CPM ട്രോളുകൾക്കോ ഒക്കെ ഉണ്ടാവുന്ന അവർക്കിതൊന്നും അറിഞ്ഞുകൂടാന്നുള്ളതിൽ എനിക്ക് അത്ഭുതമൊന്നുമില്ല. കാരണം അവർക്കൊന്നും യാതൊരു വിവരവും ഇല്ല. അവർക്ക് ഇങ്ങനെ ചുമ്മാ എന്താ പറയുക
അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കിട്ടുന്ന വക്കും മൂലയല്ലാതെ അവരൊന്നും പഠിച്ചിട്ട് മര്യാദയ്ക്കൊന്നും ഇത്തരം കാര്യങ്ങളിൽ ആ ഒരു ആഴത്തിൽ വായിക്കുകയോ ഒന്നും ചെയ്യില്ല. പക്ഷേ ഈ ഫെമിനിസ്റ്റ് ലോയേഴ്സ് ആണെന്ന് അവകാശപ്പെടുന്നവർക്ക് ഈ റെസ്റ്റോറേറ്റീവ് ജസ്റ്റിസിനെ കുറിച്ച് ഒന്നും അറിയത്തില്ലെന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത ചില റെസ്റ്റോറേഷൻ ജസ്റ്റിസിനെ കുറിച്ച് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം. ഇപ്പം ചില സമൂഹങ്ങളിൽ ഇപ്പം ന്യൂസിലൻഡിലും കാനഡയിലൊക്കെയാണ് ഇത് പ്രധാനമായിട്ടുള്ളത്. അത് പോരാന്ന് വിചാരിക്കുന്നവരുണ്ട്. കാരണം അത് പലപ്പോഴും പോരാ എന്ന് വെച്ചാൽ അതിൽ ഈ ഹീലിങ്ങിൻ്റെ എലിമെൻറ്റ് കുറെ കൂടെ ശക്തമാക്കണം എന്ന് വാദിക്കുന്നവരുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ വേറെ ഡിസ്കഷനാണ്. അതൊന്നും ആലോചിക്കുന്നില്ല. കേട്ട പാതി കേൾക്കാത്ത പാതി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേരളത്തിൽ ഫെമിനിസം ഉണ്ടോ എന്നൊക്കെ എനിക്ക് സംശയമാണ്. ഇപ്പോൾ ഫെമിനിസം ഒരു ഫെമിനിസം ബൈ ഡെഫിനിഷൻ ഇസ് ഡൈവേഴ്സ്. കാരണം നമ്മൾ ഈ വിമൻ എന്നുള്ളൊരു കാറ്റഗറിക്കകത്ത് തന്നെ ധാരാളം ഒന്നല്ലാന്നും നമ്മൾ വിചാരിക്കുന്നു. പേട്രിയാർക്കി എന്ന് പറയുന്നത് ഒരു ഇൻ്റർസെക്ഷണലായ പ്രതിഭാസമാണെന്ന് നമ്മൾ അംഗീകരിക്കും. ഈ രണ്ട് കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഫെമിനിസം ബൈ ഡെഫിനിഷൻ മസ്റ്റ് ബി ഡൈവേഴ്സ്. അപ്പോൾ എങ്ങനെയാണ് ഒരു കൂട്ടർക്ക് മറ്റൊരു കൂട്ടരെ അങ്ങ് റദ്ദാക്കാൻ പറ്റുക? ഇതൊരു ക്ലാരിഫിക്കേഷൻ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നതാണ്. ഇത് സമൂഹ മാധ്യമങ്ങളിൽ കൂടെ തന്നെ ടീച്ചർ തന്നെ ഇതിനു മുന്നേ ഒരു മീറ്റൂവിൻ്റെ ഭാഗമാകുകയും അത് തുടർന്ന് പിന്നീട് ചർച്ചയ്ക്ക് കൊണ്ടുവരികയും മീറ്റു മാത്രമല്ല കണ്ണൂർ ഒരു യൂണിവേഴ്സിറ്റിയിലെ പ്രശ്നം അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ ഞാൻ ഇതിനകത്ത് വായിക്കുമ്പോൾ പലരുടെയും ചോദ്യം ആ സമയത്തൊന്നും ഈ പൊറുക്കൽ നീതിയോ ദണ്ഡനീതിയോ എന്തുകൊണ്ട് വർക്ക് ചെയ്തിരുന്നില്ല, ഇപ്പോൾ മാത്രം എന്തുകൊണ്ട് വർക്ക് ചെയ്യുന്നു? പൊറുക്കൽ നീതിക്ക് വേണ്ടി ഞാൻ പരമാവധി ശ്രമിച്ചതാണ്. അതായത് ICC ഉണ്ടായിട്ടില്ല. അപ്പം ICC ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഒറ്റ വഴിയേ ഉള്ളൂ, പോലീസിൽ പോകാന്നുള്ളത്. അതുകൊണ്ട് ICC ഉണ്ടാക്കാൻ 1 വർഷം ഞാൻ പണിപ്പെട്ടതാണ് ആ കോളേജിൽ. അങ്ങനെ അവസാനം പക്ഷെ അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ ICC തട്ടിക്കൂട്ടി, അറിയാമല്ലോ, അയാൾക്ക് അനുകൂലികളായിട്ടുള്ള കുറേ പേരെ വെച്ചു. ആ ICC 7 പേരുള്ള ഒരു ICCയിൽ 3 പേര് ഡിസെൻഡ് ചെയ്യുന്ന ഒരു റിപ്പോർട്ടാണ് അവരുണ്ടാക്കിയത്. അത് വക്കീലും എക്സ്റ്റേണൽ മെമ്പറും ഒക്കെ ഡിസെൻഡ് ചെയ്യുന്ന പോലെ ഒരു റിപ്പോർട്ടാണ് അവർ ഉണ്ടാക്കിയത്. അപ്പോൾ അതായത് ആ പ്രക്രിയയെ അവർ പരിഹസിച്ചു. അതായത് നമുക്ക് ഈ ICCയുടെ ഒരു പ്രക്രിയ എന്ന് വെച്ചാൽ കോടതി പോകണ്ടെന്നുള്ളതാണ് അതിൻ്റെ ഒരു ഗുണം. അപ്പം അങ്ങനെ ആ സാധ്യത അവർ ഒഴിവാക്കി. അപ്പം ഇവർ ICC ഞാൻ അത്രയും സമ്മർദ്ദം ചെലുത്തിയിട്ട് അവർ ഇടാത്തപ്പം ഞാൻ പോലീസ് കംപ്ലയിൻറ്റ് കൊടുത്തു. അപ്പോഴാണ് ഞാൻ പോലീസ് കംപ്ലയിൻറ്റ് കൊടുക്കുന്നത്. പോലീസ് 1 വർഷം കഴിഞ്ഞ് അന്വേഷിച്ചിട്ട് പോലും ധാരാളം തെളിവുകൾ കണ്ടെത്തി എന്നുള്ളതാണ്. അപ്പോൾ തെളിവുകളൊക്കെ കണ്ടെത്തി ഈ വിദ്യാർത്ഥികളൊക്കെ ടെസ്റ്റിഫൈ ചെയ്തു എന്ന് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് ആകെ പേടിയായി. അപ്പോഴാണ് ഇവർ ICC ഉണ്ടാക്കുന്നത്. എന്നിട്ടും ഞാൻ ഈ ICCയുടെ ഞാൻ പോകുമ്പോൾ ഞാൻ അവരോട് പറയുന്നുണ്ട്, ഇയാൾ ആത്മാർത്ഥമായിട്ടൊന്ന് മാപ്പ് പറയുകയാണെങ്കിൽ, കാരണം ഇയാൾ എന്നെക്കാളൊക്കെ ഒരുപാട് ചെറുപ്പമാണ്. അപ്പോൾ അയാൾക്ക് മനസ്സുകൊണ്ട് മാറാനൊരു അവസരം കൊടുക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. അപ്പം ചെയ്ത തെറ്റെന്താണെന്ന് അയാളെ നിങ്ങളൊക്കെ കൂടെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാമെങ്കിൽ, അയാൾക്ക് ആത്മാർത്ഥമായിട്ട് അയാളൊന്ന് മാപ്പ് പറയാമെങ്കിൽ, മാപ്പെന്ന് വെച്ചാൽ എന്നോട് മാത്രം പറഞ്ഞാൽ പോരാ, ആ കോളേജിലുള്ള പിന്നെ ടീച്ചർമാരെ അപമാനിക്കുക എന്നുള്ളതായിരുന്നു അയാളുടെ ഉദ്ദേശം. അതെനിക്കറിയാം. അതും അവിടുത്തെ ആ കേട്ടോണ്ടിരുന്ന വിദ്യാർത്ഥിനികളായിരുന്നു മുഴുവൻ. അപ്പം അവരോടും കൂടി പറയണം, എന്നോട് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ പറയാമെന്നുണ്ടെങ്കിൽ ഞാനിത് കേസ് പിൻവലിക്കാം, എനിക്ക് വിഷമമൊന്നുമില്ല. അത് അയാൾ ചെയ്തില്ലെന്ന് മാത്രമല്ല ഇപ്പൊ കോടതിയിൽ അത് എത്താറായി. അപ്പോഴും ഇത് തന്നെയാ സ്ഥിതി. ആത്മാർത്ഥമായിട്ട് മാപ്പ് പറയില്ല എന്നുള്ളത്. അപ്പം നമ്മൾ കൊടുക്കുന്ന എല്ലാ അവസരങ്ങളും ഒരാൾ തട്ടിക്കളഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും? ഇത് മാത്രമേ ബാക്കിയുള്ളൂ. പക്ഷെ ഇത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇയാൾക്കൊരു സെൻറ്റൻസ് ഇയാൾക്ക് കിട്ടി, എനിക്ക് അറിഞ്ഞുകൊണ്ട് ഇതിൻ്റെ വിധി എന്തായിരിക്കും അതിൻ്റെ ഔട്ട്കം എന്ത് വന്നാലും അതിന് ശേഷവും അയാൾ ആത്മാർത്ഥമായിട്ട് അയാൾ തെറ്റ് മനസ്സിലാക്കി മാപ്പ് പറയാൻ തയ്യാറായാൽ ഒരു സംശയവുമില്ല, ഐ വിൽ ബി റെഡി ടു ഡു വാട്ട് എവർ ഐ ക്യാൻ. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, ശിക്ഷ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷേ എന്തായാലും എന്ത് വേണമെങ്കിലും ആ സമയത്ത് നമ്മളെ കൊണ്ടാവുന്ന തരത്തിൽ പിൻവലിക്കാൻ അയാൾക്ക് എന്താ പറയുക, അയാൾ മാപ്പ് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ പറ്റില്ല. അപ്പം അതാ പറഞ്ഞ, അപ്പം ഞാനിത് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ്. അത് ഞാൻ പലപ്പോഴും ഫേസ്ബുക്കിൽ എഴുതിയിട്ടുമുണ്ട്. എന്നുവെച്ചാൽ ഈ ദണ്ഡനീതി പൊറുക്കൽ നീതി എന്നുള്ള സങ്കല്പനം അന്ന് പറയാനുള്ള എൻ്റെ ഒരു വിഷയമല്ലേ ഉള്ളൂ. എൻ്റെ ഒരു ചെറിയ ഒരു സാഹചര്യത്തിലാണ് ഉള്ളത്. അതിന് മാത്രമാണ് ഇല്ലാതെ ഇയാൾ മാപ്പ് പറയില്ല എന്നുള്ളപ്പോൾ എനിക്ക് അവിടെ റെസ്റ്റോറേറ്റീവ് ജസ്റ്റിസ് എന്നൊരു ആശയം അങ്ങോട്ട് അഡ്വാൻസ് ചെയ്യാനുള്ള സാഹചര്യം ഇല്ലല്ലോ. ഇവിടെ അങ്ങനെയല്ല ഉണ്ടായിരുന്നത്. ഇവിടെ ഈ എന്താ പറയുക, ഈ പാഠഭേദം മിണ്ടാതിരുന്നിരുന്നെങ്കിൽ ഇതെങ്ങും എത്തത്തില്ലായിരുന്നു.
പാഠഭേദം മെനക്കെട്ട് ഈ ICC ഉണ്ടാക്കിയതാണ് പ്രശ്നം. മറ്റേതെനിക്ക് ഈ കോളേജ് എന്ന് പറയുന്ന ഈ മറ്റേ കൃഷ്ണമേനോൻ കോളേജ്, അവിടുത്തെ അധികാരികൾ എന്നെ ഒരു തരത്തിലും ഏതെങ്കിലും തരത്തിൽ എന്നെ അപ്രോച്ച് ചെയ്യുമോ, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും എന്നെ ഏതെങ്കിലും തരത്തിൽ നമുക്ക് ഒരു കോടതി പോകാതെ തന്നെ നിങ്ങൾക്ക് നീതി തരാം എന്ന് ഏതെങ്കിലും തരത്തിൽ ഓഫർ ചെയ്യുകയോ ചെയ്തിട്ടില്ല. നേരെ മറിച്ച് നിങ്ങളൊന്ന് മിണ്ടാതിരിക്കാവോ എന്ന് ആയിരുന്നു. മിണ്ടാതിരുന്ന് ഇറങ്ങിപ്പോ, ഇത് ഞങ്ങൾക്കൊരു പ്രശ്നമല്ല, നിങ്ങളൊന്ന് പോ എന്നുള്ള മട്ടിലായിരുന്നു അവരുടെ സമീപനം മുഴുവൻ. അപ്പം അതുകൊണ്ടാണ് എനിക്ക് ആ ഒരു സാഹചര്യത്തിൽ അത്, പക്ഷെ ഞാനത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ ഓരോ തവണയും നമുക്ക് ഈ അവിടുത്തെ ICC ആയിട്ട് സംസാരിച്ചപ്പോഴും ഞാനിത് മുന്നോട്ട് വെച്ചതാണ്. ആദ്യം നിങ്ങൾക്ക് എന്താ വേണ്ടത്, ഞാൻ പറഞ്ഞു എനിക്ക് പറ്റുവാണെങ്കിൽ ഒബ്വിയസ്ലി പറഞ്ഞ് മനസ്സിലാക്കി, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് മനസ്സിലാക്കുന്നത്. അയാളുടെ മാനസികാവസ്ഥ എന്തായിരുന്നു എന്ന് അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. അയാൾ അവിടെ വന്നിരുന്ന എന്തെങ്കിലും ഒരു മെൻ്റൽ അവസ്ഥയിൽ, നമുക്കറിയില്ല, മാനസികാരോഗ്യം കുറഞ്ഞ ഒരു ലോകമാണ്, എല്ലാവർക്കും മാനസികാരോഗ്യ പ്രശ്നങ്ങൾ. അപ്പോൾ ഈ അവിടെ വന്നിരിക്കുമ്പോൾ അയാൾ എന്തെങ്കിലും ഒരു മാനസികാരോഗ്യ പ്രശ്നം കൊണ്ടാണോ അവിടെ വന്നിരിക്കുന്നതെന്ന് എനിക്കറിയില്ലല്ലോ. അതെനിക്ക് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അതുപോലെ ഞാൻ എന്തുകൊണ്ടാണ് ഈ പരാതി കൊടുത്തതെന്ന് അയാളെ ബോധ്യപ്പെടുത്തണമെന്ന് എനിക്കുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സംഭാഷണം നമ്മൾ തമ്മിൽ സാധ്യമാണെങ്കിൽ നമുക്കിതൊക്കെ ഒഴിവാക്കാം. പരസ്യമായിട്ട് മാപ്പ് പറയണം. ഞാൻ ഈ പറഞ്ഞു, എന്നോട് മാത്രമല്ല, കോളേജിലെ അദ്ദേഹത്തിൻ്റെ കൊളീഗ്സിനോടും ഈ വിദ്യാർത്ഥിനികളോടും കൂടി മാപ്പ് പറയണം, 3 കൂട്ടരോടും മാപ്പ് പറയണം, അത്രയേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നോ പ്രോബ്ലം, നമുക്കത് മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞു. പക്ഷെ അത് ഒരു തവണയല്ല പറഞ്ഞത്, 2-3 തവണ ഈ പ്രോസസ്സ് നടക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. 3 തവണയും അത് റിജക്റ്റഡായി. ഇപ്പം കോടതിയിൽ എത്താറായപ്പോഴും വീണ്ടും ഒരു കൺസീലിയേഷൻ ശ്രമം നടന്നു. അപ്പോഴും ഞാനിത് പറഞ്ഞു, അപ്പോഴും അയാൾക്കത് പറ്റുന്നില്ല. അതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ കേസിൽ അങ്ങനെയല്ല. ഈ കേസിൽ കൃത്യമായിട്ടും ഇവരെ, പരാതിക്കാരിയെയും കുറ്റാരോപിതനും രണ്ടുപേരെയും കൂടി ഒരുമിച്ചിരുത്തി ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ ഒരു ശ്രമം നടന്നിട്ടുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് റെസ്റ്റോറേറ്റീവ് ജസ്റ്റിസിനെ പറ്റി പറയാനൊരു സന്ദർഭം ഉണ്ടായത്. അതാണ് എൻ്റെ കാര്യം. ഈ ഫേസ്ബുക്കിലാണല്ലോ ഇങ്ങനൊരു ഡിസ്കഷൻ, നേരത്തെ പറഞ്ഞല്ലോ, അതിൻ്റെ ഒരു ഇപ്പോൾ ആലോചിക്കുമ്പോൾ അത് വേണ്ടായിരുന്നു എന്ന് തോന്നുന്നു പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഫേസ്ബുക്കിൽ ഇങ്ങനെ ഒരു വാക്കുതർക്കം പോലെ 2 ഫെമിനിസ്റ്റ് ഈ നൈതികതയിൽ നിൽക്കുന്ന ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കത്തിൽ പെടുമ്പോൾ ഈ സർവൈവേഴ്സ് ആയിട്ടുള്ള ഇപ്പോൾ എന്നെപ്പോലെയുള്ള ആളുകൾ ഇതിനെ എടുക്കുമ്പോൾ ചിലപ്പോൾ ഈ പറയുന്നത് കൺഫ്യൂഷനോട് കൂടി, അല്ലെങ്കിൽ ഞാൻ ചെയ്ത് തെറ്റാണെന്നുള്ള ഒരു ആശയക്കുഴപ്പത്തിലായിരിക്കുമല്ലോ ഉണ്ടാകുന്നത്. അതിനെ ഒന്ന് രണ്ടുപേരും ചിന്തിക്കേണ്ടതില്ലേ എന്നുള്ളത് ഞാൻ പറയുന്നത് എന്താണെന്ന് അറിയാം. ഇതിൽ ഇപ്പം ശരിക്കും നിങ്ങൾ കേരളത്തിൽ ഫെമിനിസം ഇല്ല എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. ഇപ്പം ഞാൻ കണ്ടിട്ടുണ്ട് നോർവീജിയൻ രാജ്യങ്ങളിലൊക്കെ ഇങ്ങനത്തെ തർക്കങ്ങൾ വരുമ്പം ഒന്നാമത് തലമൂത്ത ഫെമിനിസ്റ്റുകൾ, കുറച്ച് പ്രായമുള്ളവർ ഇടപെടുകയും ഇതൊരു ക്ലോസ്ഡ് ചർച്ചയാക്കി മാറ്റും. അതായത് ഈ ഫെമിനിസ്റ്റിൻ്റെ അകത്ത്, ഈ ഫേസ്ബുക്കിൻ്റെ അകത്ത് തന്നെ ഒരു ക്ലോസ് ഗ്രൂപ്പ് ഉണ്ടാക്കും. എന്നിട്ട് ആർക്കാണ് എൻ്റർ ചെയ്യാൻ പറ്റുന്നതെന്നുള്ളതിനെ പറ്റി കൃത്യമായ ചില ഇതുകൾ വയ്ക്കും. അല്ലാതെ ഈ കണ്ട ഈ CPM വെട്ടുകളികൾ മുഴുവനും കയറി ഇങ്ങനെ വിളയാൻ അങ്ങനൊരു അവസരം കൊടുക്കത്തില്ല. ഫസ്റ്റ് ഓഫ് ഓൾ. 2, എല്ലാ കക്ഷികളോടും സംസാരിക്കും. അതായത് ഇപ്പം പി ഉഷ പറഞ്ഞ തെറിക്ക് കടക്കില്ല. മൃദുലാദേവിയെ ചവിട്ടി അരച്ച് ഇനി ബാക്കിയില്ല മൃദുല. അങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ടത്. മൃദുലയോട് ഉഷയോട് ആദ്യം വിളിച്ച് ഇത് എന്തുവായിരുന്നു അന്വേഷിക്കണം, ഇതെന്ത് നടന്നതെന്ന്, എന്തുവായിരുന്നു, നിങ്ങൾ എന്തിനാ ഇങ്ങനൊന്നും സാധനം ഉണ്ടാക്കിയത്, എന്തായിരുന്നു നിങ്ങളുടെ ഉദ്ദേശം, അല്ല എന്താ അവിടെ നടന്നത്, അതിൻ്റെ തെളിവുകളുണ്ടോ, നിങ്ങൾ ചെയ്ത റെക്കോർഡ്സ് എന്ത് ചെയ്യും, അതൊന്നും ഞങ്ങൾക്ക് കാണണം, അങ്ങനെ പറയും. അതിൻ്റെ അകത്തൊരു ഇൻറ്റേർണൽ ഡിസ്കഷൻ ഉണ്ടാവുകയും അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ സർവൈവറിനിങ്ങനെ ഞാൻ പറയുന്നത് ഒന്നാമത് ഒന്ന് ചെയ്യേണ്ടത്. 2ാമത് ഈ സർവൈവറിന് വേണ്ട പോലെ ട്രോമ കൗൺസിലിംഗ് ഒക്കെ കൊടുക്കണം. അല്ല, ഞാൻ ചോദിച്ചത് ഇപ്പം മീറ്റു പറഞ്ഞ അല്ലെങ്കിൽ സർവൈവേഴ്സ് ആയിട്ടുള്ള ബാക്കിയുള്ള ആളുകളുണ്ടല്ലോ, ഈ കേസിലെ ആളെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, എന്നെ പോലെയുള്ള ബാക്കിയുള്ള ആളുകൾ ഈ ഒരു ആശയക്കുഴപ്പത്തിൽ എത്തുന്നുണ്ടല്ലോ. അതാ പറയുന്നത്, ക്ലോസ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയാനുള്ള ആശയക്കുഴപ്പമൊക്കെ പറയാനുള്ളൊരു സേഫ് സ്പേസ് ഇല്ലേ, ആദ്യം ഒരു സേഫ് സ്പേസ് ഉണ്ടാക്കണം. എല്ലാവർക്കും സംസാരിക്കാൻ പറ്റുന്ന ഒരു സേഫ് സ്പേസ് ഉണ്ടാക്കണം. അതിന് പകരം എന്നെയും ഉഷയും മൃദുലയും കംപ്ലീറ്റ്ലി ഈ പറയുന്ന ഇവിടുത്തെ CPM ഗുണ്ടകൾക്ക് തട്ടിക്കളിക്കാൻ തട്ടുപന്തുകളാക്കി ഇട്ട് കൊടുക്കുക ചെയ്തവർ. സോ ഞങ്ങൾ എന്തിനു പിന്നെ ഇനി ഈ കേരളത്തിലെ ഫെമിനിസത്തെ കുറിച്ച് ഞാൻ എന്തിനി എന്തെങ്കിലും ഒരു ഹോപ്പ് വെച്ച് പുലർത്തണം? ഇങ്ങനത്തെ വിഷയങ്ങളിൽ ഫെമിനിസ്റ്റുകളാണെങ്കിൽ ആദ്യം ഒരു സേഫ് സ്പേസ് ഉണ്ടാക്കും. ആ സേഫ് സ്പേസിൽ സർവൈവേഴ്സിനായാലും ആ സർവൈവേഴ്സിൻ്റെ അനുഭവം പറയാനും
ഈ പറയുന്ന അതിൽ ഇടപെടുന്ന ഏത് തരത്തിൽ ഇടപെടണം എന്നുള്ളതിനെക്കുറിച്ചൊരു വ്യത്യസ്ത അഭിപ്രായം ഉള്ളവരായാലും അവർക്ക് സേഫായിട്ട് പറയാനുള്ളൊരു സ്പേസ് ഉണ്ടാക്കും. അതൊന്നുമല്ല ഇവിടുത്തെ തലമൂത്ത ഫെമിനിസ്റ്റുകൾ ചെയ്തത്. അവരിരുന്ന് രസിച്ചു, കണ്ട് രസിച്ചു. അതാണ് അവരുടെ എല്ലാത്തരം ആ സമയത്ത് അവരുടെ അസൂയ, ഇൻസെക്യൂരിറ്റി, എല്ലാത്തരം നീചഭാവങ്ങളും പുറത്തു കാണിക്കാൻ ഒരവസരം ആയിട്ട് അവരതിനെ ഉപയോഗിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഒരിക്കലും ഇനി ഞാൻ കേരളത്തിലെ ഫെമിനിസത്തിലേക്ക് മടങ്ങുന്ന പ്രശ്നമേ ഇല്ല. എനിക്ക് എൻ്റേതായിട്ടുള്ള സ്പേസ്, അല്ലെങ്കിൽ തന്നെ ഞാൻ കേരളത്തിലെ ഫെമിനിസത്തിൻ്റെ ഉള്ളിൽ അങ്ങനെ മെയിൻ സ്ട്രീം മുഖ്യധാര ഫെമിനിസ്റ്റുകളുടെ പുറകെ അമ്മച്ചി ചേച്ചി എന്നൊന്നും വിളിച്ചുകൊണ്ട് നടന്നിട്ടില്ല, ഇന്നുവരെ നടന്നിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഇവിടുത്തെ മുഖ്യധാര ഫെമിനിസ്റ്റുകളുടെ സർട്ടിഫിക്കറ്റോട് കൂടിയൊന്നും അല്ല ഞാൻ ഫെമിനിസ്റ്റ് ഒരിക്കലും ആയത്. എനിക്ക് ആവശ്യമില്ല, എനിക്ക് ഒട്ടും തന്നെ ആവശ്യമില്ല. എൻ്റെ ഒരു ബൗദ്ധിക പ്രവർത്തനത്തിനായാലും രാഷ്ട്രീയ പ്രവർത്തനത്തിനായാലും അവരൊന്നും സഹായിച്ചിട്ടുമില്ല. ഇനിയൊട്ട് ആ സഹായം ചോദിച്ച് അവരുടെ മുന്നിൽ പോയി നിൽക്കാനും പോകുന്നില്ല. പക്ഷേ ഇനിയിപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തു. ദാറ്റ് ഇസ്. അത് മാത്രമല്ല കേരളത്തിൽ ഈ പറഞ്ഞ അഡൾട്ട്സിനോടൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല ഒരു തോന്നൽ ഭയങ്കരമായിട്ട് ഉണ്ട് എനിക്ക്. മുതിർന്നവർക്ക് വേണ്ടി ഇങ്ങനെ എഴുതിയിട്ട് തന്നെ വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നി.